നീ എന്റേതു മാത്രമേ. എൻ ചങ്കുതകർത്തും നിന്നെ സ്നേഹിച്ചു, എൻ ചോര ചൊരിഞ്ഞും നിന്നെ സ്നേഹിച്ചു. എൻ ചങ്കുതകർത്തും നിന്നെ സ്നേഹിച്ചു, എൻ ചോര ചൊരിഞ്ഞും നിന്നെ സ്നേഹിച്ചു. ആശാദമാം ക്രൂശിൽ ഞാൻ തുന്നപ്പെട്ടല്ലോ, ആശാദമാം ക്രൂശിൽ ഞാൻ തുന്നപ്പെട്ടല്ലോ. മതിയാവാതെ എൻ പ്രാണനും നൽകി മകനേ. മകനേ നീ പ്രാണവില, എന്നും നീ എന്റേതു മാത്രമേ, എന്നും നീ എന്റേതു മാത്രമേ. അത്രമേ നിന്നെ സ്നേഹിച്ചു ഞാൻ, അത്രമേ നിന്നെ സ്നേഹിച്ചു. മകനേ നീ പ്രാണവില, മകനേ നീ പ്രാണവില, എന്നും നീ എന്റേതു മാത്രമേ, എന്നും നീ എന്റേതു മാത്രമേ. ക്ഷമയും ഞാൻ നൽകി, നിൻ പിഴകൾക്കെല്ലാം ക്ഷമയും ഞാൻ നൽകി. നിൻ പാപക്കറയെല്ലാം നീക്കിയകറ്റി ഞാൻ, നിൻ പാപക്കറയെല്ലാം നീക്കിയകറ്റി ഞാൻ. നിന്നെയും സ്വന്തമാക്കി ഞാൻ, നിന്നെയും സ്വന്തമാക്കി. മകനേ
മകനേ നീ എൻ പ്രാണൻ വിനാ എന്നും നീ എന്റേതു മാത്രമേ എന്നും നീ എന്റേതു മാത്രമേ എൻ ചങ്കു തകർത്തും നിന്നെ സ്നേഹിച്ചു എൻ ചോര ചൊരിഞ്ഞും നിന്നെ സ്നേഹിച്ചു എൻ ചങ്കു തകർത്തും നിന്നെ സ്നേഹിച്ചു എൻ ചോര ചൊരിഞ്ഞും നിന്നെ സ്നേഹിച്ചു ആശാദമാം ക്രൂശിൽ ഞാൻ പൂർണ്ണപ്പെട്ടല്ലോ ആശാദമാം ക്രൂശിൽ ഞാൻ പൂർണ്ണപ്പെട്ടല്ലോ മതിയാവാതെ എൻ പ്രാണനും നൽകി മകനേ നീ എൻ പ്രാണനാ മകനേ നീ എൻ പ്രാണനാ എന്നും നീ എന്റേതു മാത്രമേ എന്നും നീ എന്റേതു മാത്രമേ എന്നും നീ എന്റേതു മാത്രമേ എന്നും നീ എന്റേതു മാത്രമേ. അടുത്ത മേഖലയുമായി ഉച്ചഭാഷണിയുടെ ശബ്ദവലയത്തിനുള്ളിൽ ഞങ്ങളെ ശ്രവിക്കുന്ന ചാത്തന്തറയിലുള്ള ദേശനിവാസികൾക്ക് ഞങ്ങളുടെ അഭിവാദ്യങ്ങൾ അറിയിക്കുന്നു. കൊല്ലം ജില്ലയിൽ കുണ്ട്ര കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കാൽവറി ഫെയ്ത്ത് ഗോസ്പൽ ടീം എന്ന നാമധേയത്തിൽ അറിയപ്പെടുന്ന ഈ പ്രസ്ഥാനം കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി സഞ്ചരിച്ച് ലഹരി വിരുദ്ധ ബോധവൽക്കരണ സന്ദേശ യാത്ര നടത്തുകയും മനുഷ്യജീവിതത്തിന്റെ അർത്ഥം എന്താണ് എന്ന വിഷയത്തെ ആസ്പദമാക്കി സന്ദേശം നൽകി വരുന്നു. എന്തുകൊണ്ട് ഇങ്ങനെയുള്ള പ്രഭാഷണങ്ങൾ നടത്തുന്നു എന്ന് ചോദിച്ചാൽ അതിന്റെ പ്രധാന കാരണം പ്രബുദ്ധമായ നമ്മുടെ നാട് ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് ചെറുതല്ല. നമ്മുടെ നാടിന്റെ പ്രശ്നം തൊഴിലില്ലായ്മയല്ല. തൊഴിലില്ലായ്മ ഒരു ഭാഗമാണ്. ഇവിടെ മറ്റ് അന്യ സംസ്ഥാനക്കാർ കടന്നു വരുന്നത് കൊണ്ട് നമ്മുടെ നാട്ടുകാർക്ക് തൊഴിലില്ല എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ അതൊരു അപകടമായി മാറുന്നില്ല. ആഗോളതാപനം ഒരു പ്രശ്നമാണ് എന്ന് ചർച്ചാ വിഷയമായിട്ടുണ്ട്. എന്നാൽ അതുമല്ല ഇന്ന് ഏറ്റവും വലിയ പ്രശ്നം. ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ലഹരിയുടെ അതിപ്രസരമാണ്. ഒരു കൂട്ടം യൗവനക്കാരെ അണിനിരത്തിക്കൊണ്ട് ഞങ്ങൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ജില്ലകളിലും ഇതുപോലെ ക്യാമ്പയിനുകൾ, പ്രഭാഷണങ്ങൾ നടത്തി വരികയാണ്. ഈ യാത്രകളിൽ അനേകരുടെ അനുഭവങ്ങൾ ഞങ്ങൾക്ക് അറിയുവാനിടയായി തീർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് പ്രഭാതം മുതൽ ഈ സമയം വരെയും ഈ ചാത്തന്തറയുടെ വിവിധ ഭാഗങ്ങളിലായി ഞങ്ങൾക്ക് ഈ പ്രഭാഷണങ്ങൾ നടത്തുവാനുള്ള ഊർജ്ജം ലഭിക്കാനിടയായത്. ഒന്ന് രണ്ട് അനുഭവങ്ങൾ ഞാൻ ഓർമ്മപ്പെടുത്തി ചില കാര്യങ്ങൾ വേഗത്തിൽ പറഞ്ഞ് വാക്കുകൾക്ക് വിരാമം കുറിക്കാനാണ് താല്പര്യപ്പെടുന്നത്. പകൽ മുഴുവനും ഈ സൂര്യന്റെ ചൂടേറ്റ് ഞങ്ങൾ നന്നേ ക്ഷീണിതരാണ്. എന്നാൽ എന്തുകൊണ്ടാണ് ഈ പ്രഭാഷണങ്ങൾ നടത്തുന്നത്? കഴിഞ്ഞ ദിവസം, കഴിഞ്ഞ ബുധനാഴ്ച ഞാനും എന്റെ കുടുംബവുമായി ഇതേ വാഹനത്തിൽ ഒരു വിരുന്നിന് യാത്ര പോയിട്ട് മടങ്ങി ഭവനത്തിലേക്ക് രാത്രി 12 മണിയോടടുത്ത സമയത്ത് കുണ്ട്രയ്ക്കടുത്ത് വീട്ടിനടുത്തേക്ക് വരുമ്പോൾ ഏകദേശം വീട്ടിലെത്താൻ 5 കിലോമീറ്റർ മാത്രം ബാക്കിയുള്ളപ്പോൾ റോഡിലൊരു ആൾക്കൂട്ടം കണ്ടു. വാഹനത്തിന് മുന്നിലേക്ക് ചിലർ ഓടി വന്നിട്ട് കൈ കാണിച്ച് നിർത്തിയിട്ട് പറഞ്ഞു, സാറേ വണ്ടി നിർത്തണം, ഈ ആളിനെ ഹോസ്പിറ്റലിൽ എത്തിക്കണം, ഒരു ജീവന്റെ വില വലുതാണ് എന്ന് പറഞ്ഞപ്പോൾ മരിച്ചു കിടക്കുന്നത് പോലെ, ഒരു ഡെഡ് ബോഡി കിടക്കുന്നത് പോലെ ഒരു യുവാവ് റോഡ് സൈഡിൽ കിടക്കുകയാണ്. ആ കിടക്കുന്ന ഭാഗം മുഴുവനും രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. പറഞ്ഞു തീരുകയും ഞാന് എന്റെ വൈഫിനെയും കൂടെ ഉണ്ടായിരുന്ന കുഞ്ഞുങ്ങളെയും വിലങ്ങ കുഞ്ഞുങ്ങൾ വരെ ഉണ്ടായിരുന്നു.
അവരെ ആ റോഡ് സൈഡിലേക്ക് രാത്രി ഒരു 12 മണിക്ക് ശേഷമുള്ള സമയമാണെന്ന് നിങ്ങൾ ചിന്തിക്കണം. അവരെ ആര് കൊണ്ടുപോകും, അവരെ ഇനി എപ്പോൾ എനിക്ക് വന്ന് കളക്ട് ചെയ്യാമെന്ന കാര്യം പോലും ഒരു നിമിഷം കൊണ്ട് ഞാൻ മറന്നു. ഞാൻ പറഞ്ഞ് ആ സഹോദരനെ പെട്ടെന്ന് എന്റെ വാഹനത്തിൽ കയറ്റാൻ പറഞ്ഞു. പെട്ടെന്ന് ആ വാഹനത്തിൽ കയറ്റി അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. പെട്ടെന്നുള്ള പരിചരണം നടത്തിയപ്പോൾ അവന്റെ പോക്കറ്റ് പരിശോധിച്ചപ്പോൾ കാണാൻ കഴിഞ്ഞത് കഞ്ചാവിന്റെ ഒരു പൊതിയാണ് അവന്റെ പോക്കറ്റിൽ കാണാനിടയായി തീർന്നു. ഏകദേശം 25 വയസ്സിനകത്ത് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ. അവന്റെ ഫോണിൽ നിന്ന് കിട്ടിയ കോണ്ടാക്ട് അനുസരിച്ച് വിളിച്ചപ്പോൾ ചില നിമിഷങ്ങൾക്ക് മുമ്പ് അവൻ സ്നേഹിക്കുന്ന പെണ്ണുമായി സംസാരിച്ചിട്ട് അവൻ വരികയായിരുന്നു. അതിനുശേഷം അവൻ ലഹരിക്ക് അടിമയായി. ഇവനെ എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് തൊട്ടു പുറകെ വന്ന് വാഹനക്കാർ നിർത്തിയിട്ട് പറഞ്ഞു, ചില കിലോമീറ്ററുകൾക്ക് അപ്പുറം മുതൽ തന്നെ ഇവൻ അപകടകാരിയാണ്, അവിടെങ്കിലും ഇവൻ വീഴുമെന്നാണ് ഞങ്ങൾ ചിന്തിച്ചത് എന്ന് പുറകെ വന്ന വണ്ടിക്കാർ പറയാനിടയായി തീർന്നു. വീട്ടുകാരിതറിയുന്നില്ല മകൻ എവിടേക്ക് പോയി എന്ന ചിന്തയിൽ അവരായിരിക്കുക. ആ മകൻ മടങ്ങി വരുമോ എന്ന് പോലും ഞാൻ സംശയിക്കുകയാണ്. പല പ്രാവശ്യം ഞാൻ ആ ആംബുലൻസ് ഡ്രൈവറെ വിളിച്ച് അവന്റെ നിജസ്ഥിതി അന്വേഷിച്ചിട്ടുണ്ട്. ഇതുവരെയും ആള് അപകടകരമായ നില തരണം ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കുവാനിടയായി തീർന്നത്. നോക്കേ, ഒരു കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ മാതാപിതാക്കൾ എത്ര പ്രതീക്ഷയോടുകൂടെയാണ് ആ കുഞ്ഞിനെ വളർത്തുന്നത്. ആൺകുഞ്ഞാണെങ്കിൽ വളരെ പ്രതീക്ഷയാണ് അവർക്കുണ്ടാകുന്നത്. ഈ മകൻ വളർന്നു വരുമ്പോൾ എന്റെ കഷ്ടപ്പാടുകൾ മാറും, എന്റെ വേദനകൾ മാറും, എന്റെ കഷ്ടത്തിന് അവനൊരു ആശ്വാസമായിരിക്കും എന്ന ചിന്തയിൽ അവർ ആസ്വദിക്കേണ്ടുന്ന പല മേഖലകളും, അവർ ആഘോഷിക്കേണ്ടുന്ന പല സന്ദർഭങ്ങളും, അവൻ സന്തോഷിക്കേണ്ടുന്ന പല മേഖലകളും അവർ ചുരുക്കി അവരുടെ സന്തോഷങ്ങളെല്ലാം മാറ്റിവെച്ചിട്ട് ആ കുഞ്ഞിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യുകയാണ്. കഠിനാധ്വാനം ചെയ്ത് അവന് നല്ല സ്കൂളിൽ വിടുവാൻ അവർ ആഗ്രഹിക്കുന്നു, അവന് നല്ല ഭക്ഷണം കൊടുക്കാൻ ആഗ്രഹിക്കുന്നു, അവന് നല്ല നിലവാരത്തിലുള്ള ജീവിതം നയിക്കപ്പെടുവാൻ വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും മാതാപിതാക്കൾ ചെയ്തു കൊടുത്ത് അവരുടെ ജീവിതം ഹോമിച്ചുകൊണ്ട് നല്ല പ്രതീക്ഷയോടുകൂടെ തലമുറയെ വളർത്തുന്ന ആളുകളെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. എന്നെ കേൾക്കുന്ന അനവധി നിരവധി മാതാക്കൾ ഈ ജംഗ്ഷനിൽ ഇപ്പോഴുണ്ട്. ഇവരെല്ലാം തലയാട്ടി പറയുന്ന കാര്യം പറഞ്ഞത് ശരിയാണ്, ഞങ്ങൾ അങ്ങനെ പ്രതീക്ഷയോടുകൂടെയാണ് വളർത്തുന്നത്. ഇങ്ങനെ പ്രതീക്ഷയോടുകൂടി വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾ ജീവിതയാത്രയിൽ കലാലയത്തിലേക്ക് ചെന്ന് കഴിയുമ്പോൾ അവരെ വഴിയിൽ വെച്ച് വലവീശി പിടിച്ചുകൊണ്ട് അവരെ സ്വാധീനിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് ലഹരി എന്ന് പറയുന്നത്. ഇന്ന് അമ്മിഞ്ഞ പാലിന്റെ മാധുര്യം നാവിൽ നിന്ന് മാറുന്നതിന് മുൻപ് തന്നെ ലഹരി ഉപയോഗിക്കുന്ന ഒരു കൂട്ടം വിദ്യാർത്ഥികളെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഞങ്ങളിത് പറയുമ്പോൾ ഇവിടെ ലഹരി ഉപയോഗിക്കരുത്, മദ്യം കഴിക്കരുത്, മദ്യം കുടിക്കരുത് എന്നൊക്കെ പറയുമ്പോൾ ചിരിച്ച മുഖത്തോടുകൂടെ പോകുന്ന ആളുകളുണ്ട്, കളിയാക്കിക്കൊണ്ടു പോകുന്ന ആളുകളുണ്ട്. എന്നാൽ മറ്റൊരു കാര്യം ചിന്തിക്കുക, ഈ പ്രഭാഷണ സമയത്ത് ഇതേ സമയത്ത് ഇവിടെ എല്ലാവർക്കും അല്പാൽപ്പം മദ്യം വിൽക്കുന്നു എന്ന് ഒരു പരസ്യം ഇവിടെ പറഞ്ഞിരുന്നുവെങ്കിൽ ഈ വാഹനത്തിനു മുന്നിൽ ഈ വാഹനം കാണാൻ പറ്റാത്ത നിലയിൽ തേനീച്ച ആ കൂടിനകത്ത് വന്ന് കൂടുകെട്ടുന്നത് പോലെ അതിനകത്ത് വന്ന് ആ പറ്റുന്നത് പോലെ ആളുകൾ ഈ വാഹനത്തിന് ചുറ്റും കൂടുമായിരുന്നു. കാരണം നന്മയുടെ കാര്യങ്ങൾ ഉപദേശിക്കുമ്പോൾ കേൾക്കാൻ ചെവിയില്ല, എന്നാൽ തിന്മയായതിലേക്ക് മനുഷ്യൻ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു തിന്മയുടെ ലോകത്താണ് നമ്മൾ വന്നെത്തി നിൽക്കുന്നത്. എന്നാൽ പ്രിയമുള്ളവരെ, ഇതിന്റെ ഉപയോഗം പിന്നത്തേതിൽ നമ്മെ എവിടെ കൊണ്ടെത്തിക്കും? നോക്കേ, കഴിഞ്ഞ ദിവസം നടന്ന ബുധനാഴ്ചയിൽ നടന്ന ആ ഒരൊറ്റ സംഭവം മാത്രം മതി. എവിടേക്കോ പോയ ഒരു സഹോദരൻ, അവനെ എനിക്കറിയില്ല, പക്ഷേ ഒരു ജീവന്റെ വിലയേറിയതാണെന്ന് മനസ്സിലാക്കി അവന്റെ മാതാപിതാക്കൾ അവനെ ഓർത്ത് ദുഃഖിക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ എനിക്കും സഹോദരങ്ങൾ ഉണ്ട് എന്ന ചിന്ത വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെ ആ വാഹനം അവിടെ നിർത്താതിരിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ ആ സഹോദരനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനിടയായി തീർന്നു. അവനെ പരിശോധിച്ചപ്പോഴാണ് അവന്റെ പോക്കറ്റിൽ നിന്നും കഞ്ചാവിന്റെ ഒരു പൊതി ലഭിക്കുവാനിടയായി തീർന്നത്. നോക്കെ, കൂട്ടുകാരോടൊപ്പം സമാധാനത്തിന് വേണ്ടിയോ ചെങ്കാത്തത്തിനോ വേണ്ടിയോ തുടങ്ങുന്ന ആ ലഹരിയുടെ ഉപയോഗം പിന്നീട് ആ ചെറുബാലകന്, ആ യുവാവിന് മടങ്ങി വരുവാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് അവനെ കൊണ്ടുവന്നെത്തിക്കുവാനിടയായി തീർന്നു. ഇത് നമ്മുടെ നാട്ടിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനമായ ഒരു സംഭവമാണ്. ഇതിനകത്ത് നിന്ന് മനുഷ്യനെ സ്വതന്ത്രമാക്കേണ്ടതിന് വേണ്ടി നമ്മുടെ നാട് അത്യന്തമായ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മതങ്ങൾ അതിന്റെ ഭാഗത്ത് അതിനുള്ള സതുപദേശങ്ങൾ നടത്തുന്നുണ്ട്. ഞാൻ പറയട്ടെ, ഇവിടെ ക്ഷേത്രങ്ങളിലായാലും പള്ളികളിലായാലും മോസ്കുകളിലായാലും പകലിൽ നല്ല പ്രഭാഷണങ്ങളൊക്കെ നടത്താറുണ്ട്, ഇല്ലേ? നല്ല പ്രഭാഷണങ്ങളൊക്കെ നടത്താറുണ്ട്. ഞാനതൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. ആ തത്വങ്ങളും ആശയങ്ങളും ഒക്കെ വളരെ ശാന്തമായ നിലയിൽ അവർ പ്രഭാഷണം നടത്തുമ്പോൾ ഞാൻ പലയിടങ്ങളിലും ആരാധനാലയങ്ങളിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. അല്പം പ്രായമുള്ള അമ്മ
അമ്മച്ചിമാരും അല്പം പിതാക്കന്മാരും മാത്രമാണ് അത് കേൾക്കാനിരിക്കുന്നത്. ചെറുപ്പക്കാരെ അവിടെ നിന്നും കാണാൻ കഴിയത്തില്ല. എന്നാൽ ഇതെല്ലാം കഴിഞ്ഞിട്ട് ആഘോഷത്തിന്റെ തിമിർപ്പിലേക്ക് വരുമ്പോൾ ഇവരെല്ലാം കൂടെ നന്നായി ആഘോഷിക്കുന്നതും കാണാനിടയായി തീരും. അപ്പോൾ നല്ല കാര്യങ്ങൾ പറയുന്നത് കേൾക്കാൻ ഇന്ന് ആളുകൾക്ക് സമയമില്ല, അതിനവർക്ക് ശ്രദ്ധ പുലർത്താനും കഴിയുന്നില്ല. എന്നാൽ എന്നെ കേൾക്കുന്ന മാന്യ ശ്രോതാക്കളെ, നാം തിരിച്ചറിയുക, നമ്മുടെ നാട് അപകടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് നിന്ന് ഒരു മടങ്ങിവരവിന് വേണ്ടി ഇവിടെ ജനമൈത്രി പോലീസ് സന്നദ്ധ സംഘടനകളുമായി ചേർന്ന് നിരവധി പ്രഭാഷണങ്ങൾ നടത്തുന്നുണ്ട്, അതിനുള്ള ക്യാമ്പയിനുകൾ നടത്തുന്നുണ്ട്. പക്ഷേ അതിനുവേണ്ടിയൊന്നും യുവാക്കൾ പോകാൻ തയ്യാറാകുന്നില്ല. ഇതുപോലെയുള്ളൊരു പ്രഭാഷണം നടത്താൻ വേണ്ടി ഞാൻ മൈക്ക് സാൻഷന് വേണ്ടി എന്റെ പ്രാദേശിക സ്ഥലത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് കടന്നു ചെന്നു. അപ്പോൾ എന്താണ് കടന്നു വന്നത് എന്ന് റൈറ്റർ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കൊരു ഒരു സാൻഷൻ വേണം. എന്തിനാണ് എന്ന് ചോദിച്ചപ്പോൾ ലഹരി വിരുദ്ധ ബോധവൽക്കരണ സന്ദേശം നടത്താൻ വേണ്ടി എനിക്കൊരു സാൻഷൻ വേണമെന്ന് പറഞ്ഞപ്പോൾ ഈ റൈറ്റർ അതിനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ SI ചോദിച്ചു, ആരാണ് വന്നത്? ഇന്ന കാര്യത്തിന് വേണ്ടിയാ വന്നത് എന്ന് പറഞ്ഞപ്പോൾ SI എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അതുകൊണ്ട് ആ കൊച്ചുമുറിക്കകത്ത് അഴിക്കകത്ത് ഒരുത്തനെ നിർത്തിയിട്ടുണ്ട്, നിങ്ങൾക്ക് പറ്റിയ ഒരാളാ, അവനെ കൊണ്ടുപോകാൻ പറഞ്ഞു. എന്നിട്ട് പറയുക, ഇവൻ അല്പം മദ്യമങ്ങാണ് ഉപയോഗിച്ചതാണെങ്കിൽ ചില മണിക്കൂറുകൾ കഴിയുമ്പോൾ അതിന്റെ കെട്ടിറങ്ങും, ഇവനെ ചോദ്യം ചെയ്യാൻ പറ്റും, ഇവനോട് സംസാരിക്കാൻ പറ്റും. പക്ഷേ ഇവൻ മദ്യമല്ല കഴിച്ചിരിക്കുന്നത്, ഇവൻ വേറെ എന്തോ ആണ് കഴിച്ചിരിക്കുന്നത്. ഇവൻ എപ്പോൾ സുബോധം വരുമെന്ന് പറയാൻ പറ്റത്തില്ല. അവൻ പോലീസിനെ അടിക്കാൻ തുടങ്ങുകയാ. ആ നിലവാരത്തിലായി അവനെ നന്നായിട്ട് കൈയും കാലും പിടിച്ച് കെട്ടിയിട്ട് ആ ചെറിയ ലോക്കപ്പിനകത്ത് ആക്കിയിരിക്കുക. നല്ലൊരു ചെറുപ്പക്കാരൻ, പക്ഷേ സുബോധം നഷ്ടപ്പെട്ട് പ്രാന്തമായ അനുഭവത്തിലായിരിക്കുക. പ്രിയമുള്ളവരെ, ഇങ്ങനെ നശിക്കാനുള്ളതാണോ നമ്മുടെ യൗവനം എന്ന് പറയുന്നത്? ഇങ്ങനെ നശിക്കാനുള്ളതാണ് നമ്മുടെ യൗവനം എന്ന് പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരു കൂട്ടം ചെറുപ്പക്കാര് ഈ പ്രഭാഷണത്തിൽ എന്നോടൊപ്പം കൂടിയിട്ടുണ്ട്. ചിലർ മാത്രമേ കടന്നു വന്നിട്ടുള്ളൂ. കേരളത്തിന്റെ ജില്ലകളിൽ പലയിടങ്ങളിൽ നിന്നായും എന്നോടൊപ്പം ചേരുന്ന ഒരു കൂട്ടം യൗവനക്കാർ ഇതുപോലെയുള്ള പ്രഭാഷണത്തിൽ ഞങ്ങളോടൊപ്പം കൂടാറുണ്ട്. സന്ദർഭോചിതമായിട്ട് അവർ കൂടാറുണ്ട്. ഈ പ്രഭാഷണങ്ങൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ചില നാളുകൾക്ക് മുമ്പ് ഞാൻ ഇതുപോലൊരു പ്രഭാഷണം വയനാട്ടിൽ സുൽത്താൻ ബത്തേരിയിൽ നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ഒരു മനുഷ്യൻ പ്രഭാഷണം കഴിഞ്ഞതിന് ശേഷം എന്റെ അടുക്കൽ കടന്നു വന്നിട്ട് എന്റെ കൈക്ക് പിടിച്ച് കുലുക്കിയിട്ട് പറഞ്ഞ്, നല്ല കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നത്, നല്ല കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നത്, എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് പറയാണ്, ഞാനും ഇതുപോലെയുള്ള പ്രഭാഷണങ്ങൾ അല്ലെങ്കിലും ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണം നടത്തുക. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ പ്രഭാഷണവും പാട്ടും നടത്തുന്നു, ഞാന് തെരുവ് നാടകങ്ങൾ നടത്താൻ വേണ്ടിയുള്ള കഥകൾ എഴുതുന്നയാളാണ്. ലഹരിക്കെതിരെ ബോധവൽക്കരണം നടത്താനുള്ള തെരുവ് നാടകങ്ങൾ എഴുതുന്ന, അതിന്റെ കഥ എഴുതുന്ന ഒരാളാണ് എന്ന് ആ മനുഷ്യൻ പറഞ്ഞു. ഇതെല്ലാം പറഞ്ഞ് ഞങ്ങളൊരു സൗഹൃദത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അല്പം ചിരിക്കുന്ന മുഖത്തോടുകൂടെ അല്പം ഫലിത രൂപത്തിൽ ആ മനുഷ്യൻ എന്നോട് ചോദിച്ചു, നിങ്ങൾ എപ്പോൾ തുടങ്ങിയതാണ്? ഞാൻ പറഞ്ഞു, ഞങ്ങൾ ഈ മാസം 1-ാം തീയതി തുടങ്ങിയതാണ്. ഇത് നീ എപ്പോൾ തീരും? ഈ മാസം 30-ാം തീയതി തീരത്തുള്ളൂ. 14 ജില്ലകളും കവർ ചെയ്ത് ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ, ഇത്രയും ദിവസം നിങ്ങൾ എത്ര മണിക്ക് രാവിലെ തുടങ്ങും? ഞങ്ങൾ പറഞ്ഞു, 9 മണിക്ക് മുമ്പ് ഞങ്ങൾ കവലയിൽ ഇറങ്ങും. രാത്രി 7 മണി കഴിയുകയാണ് ഞങ്ങൾ ഈ പ്രഭാഷണം നടത്തുന്നത്. ഇത്രയും ദിവസങ്ങളായി നിങ്ങൾ ഈ വെയിലൊക്കെ കൊണ്ടിട്ട് ഈ പ്രഭാഷണം നടത്തുമ്പോൾ ഞാനൊന്നറിയാൻ വേണ്ടി ചോദിക്കുകയാണ്, നിങ്ങൾ ഈ ശരീരത്തിന്റെ വേദനകളൊക്കെ ഒന്ന് അറിയാതിരിക്കേണ്ടതിന് വേണ്ടി അല്പമൊന്ന് സേവിക്കാറില്ലേ എന്ന് ആ മനുഷ്യൻ ചിരിച്ച മുഖത്തോടെ എന്നോട് ചോദിക്കാനിടയായി തീർന്നു. ഇത് കേട്ടപ്പോൾ എനിക്കും അല്പം രസം തോന്നി. എന്നാൽ അതിനകത്ത് കാര്യമുണ്ടെന്ന് മനസ്സിലായി. ആ മനുഷ്യൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഞങ്ങൾ പറഞ്ഞു, ഇതിനകത്തു നിന്നെല്ലാം ഞങ്ങൾ വിടുതൽ പ്രാപിച്ചിട്ടാണ് ഞങ്ങളിത് ഉപയോഗിക്കാതെ ഈ പ്രഭാഷണം നടത്തുന്നത്. ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞിട്ട് വൈകുന്നേരമാകുമ്പോൾ ഇത് ഞങ്ങൾ ഉപയോഗിക്കുകയും ചെയ്താൽ പിന്നെ ഞങ്ങളുടെ പ്രഭാഷണത്തിന് എന്താണ് പ്രസക്തി? എന്നാൽ ഇതെല്ലാം ജീവിതത്തിൽ തകർത്ത് കളയുന്നതാണെന്ന് മനസ്സിലാക്കി വിരക്തിയിട്ടിട്ടാണ് ഞങ്ങൾ ഈ പ്രഭാഷണം നടത്തുന്നത് എന്ന് പറഞ്ഞപ്പോൾ ആ മനുഷ്യന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ നാടിനെ നന്നാക്കാൻ വേണ്ടി കഥ എഴുതുന്ന ആളാണ്. അനവധി കഥകൾ, എന്റെ കഥകൾ തെരുവ് നാടകങ്ങളായി ഈ കേരളത്തിന്റെ പലയിടങ്ങളിൽ അഭിനയിക്കുന്നുണ്ട്. എന്നാൽ എന്റെ സിരകളിൽ കഥ വരണമെങ്കിൽ, എനിക്ക് എഴുതാൻ കഴിയണമെങ്കിൽ ഇടത് കൈയിൽ പുകയുന്ന സിഗരറ്റും അല്പം മദ്യം അകത്ത് ചെന്നെങ്കിൽ മാത്രമേ എനിക്ക് കഥ വരത്തുള്ളൂ എന്ന് ആ മനുഷ്യൻ പച്ചയായ തന്റെ അനുഭവത്തെ എന്നോട് പറയാനിടയായി തീർന്നു. എന്നിട്ട് താൻ പറയുകയാണ്, ഞാൻ ഇതൊക്കെ ചെയ്യുന്നെങ്കിലും എന്റെ കുടുംബം എന്നോട് കൂടെയില്ല, എന്റെ കുഞ്ഞുങ്ങൾ എന്നോട് കൂടെയില്ല, എന്റെ ഭാര്യ എന്നോട് കൂടെയില്ല. ഞാൻ എന്റെ കുടി നിർത്താൻ കഴിയാതെ, വീടിനെ നോക്കാൻ കഴിയാതെ വന്നപ്പോൾ നല്ല കുടുംബത്തിൽ ജനിച്ച എന്റെ ഭാര്യ, അവരുടെ മുന്നിൽ മാതൃകയുള്ള ഒരു ഭർത്താവായി നിൽക്കാൻ എനിക്ക് കഴിയാത്തത് കൊണ്ട് എന്റെ ഭാര്യ എന്റെ കുഞ്ഞുങ്ങളുമായി എന്നെ വിട്ടു പോയി എന്ന് പറഞ്ഞ് ആ മനുഷ്യൻ അവസാനം എന്നോട് പറയുകയാണ്,
എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എനിക്ക് ഈ മദ്യപാനത്തിന്റെ പിടിയിൽ നിന്ന് എനിക്ക് സ്വതന്ത്രമാകണം, അതിനുവേണ്ടി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആ മനുഷ്യൻ പറയുവാനിടയായി തീർന്നു. നോക്കേ പ്രിയമുള്ളവരെ, ആർക്കും തങ്ങളെ തന്നെ നിയന്ത്രിക്കാൻ കഴിയാത്ത നിലയിലേക്ക് മദ്യത്തിന്റെ സ്വാധീനം, ലഹരിയുടെ സ്വാധീനം ഇന്ന് മലയാളിക്കരയെ മുഴുവനും വിഴുങ്ങുവാനിടയായി തീർന്നു. എന്തേ? ആരെങ്കിലും എനിക്ക് ആഹാരം കൊണ്ടുവരുമ്പോൾ എനിക്ക് ഇഷ്ടമില്ലാത്ത ആഹാരമാണെങ്കിൽ എനിക്ക് വേണ്ടാന്ന് പറയാൻ പറ്റും, ഞാനതിന് വിരക്തിയിടും. ആരെങ്കിലും എനിക്കിഷ്ടമില്ലാത്ത പാനീയം എനിക്ക് കുടിക്കാൻ കൊണ്ടുവന്ന് തരുമ്പോൾ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ഞാനത് കുടിക്കാറില്ല എന്ന് പറഞ്ഞ് മാറ്റും. പക്ഷെ ലഹരിയുടെ വിഷയത്തിൽ മാത്രം മനുഷ്യന് നേരെ നിൽക്കാൻ കഴിയുന്നില്ല. പല ആളുകളും ഞങ്ങളുടെ അടുക്കൽ കടന്നു വന്നിട്ട് പറയുന്നൊരു കാര്യമുണ്ട്, എനിക്ക് നിർത്തണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ നിർത്താൻ കഴിയുന്നില്ല. എന്തുകൊണ്ട് നിർത്താൻ കഴിയുന്നില്ല? സന്ധ്യയോടടുത്ത സമയമാണ്, ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കേണ്ടിയിരിക്കുന്നു. പല സ്ഥലങ്ങളിലായി ഞങ്ങൾക്ക് യാത്ര ചെയ്ത് പോകേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ എന്റെ വേഗത്തിൽ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കാൻ താല്പര്യപ്പെടുകയാണ്. നമ്മൾ നിർത്തണമെന്നും നമ്മൾ വേണ്ട എന്നും നമ്മുടെ ശരീരത്തിന് തിന്മയാണെന്നും തിരിച്ചറിഞ്ഞിട്ടും എന്തുകൊണ്ട് നമുക്ക് നിർത്താൻ കഴിയുന്നില്ല? ഇവിടെ ഒരു സൈഡിൽ ലഹരിക്കെതിരെ ബോധവൽക്കരണം നടത്തുമ്പോൾ തന്നെ, അതിനുള്ള ക്യാമ്പയിനുകൾ നമ്മുടെ ഗവൺമെന്റ് നടത്തുമ്പോൾ തന്നെ, മറു സൈഡിലൂടെ അവർ വിറ്റ് കാശാക്കിക്കൊണ്ടിരിക്കുക. അത് വിറ്റെങ്കിൽ മാത്രമേ ഇതുപോലെയുള്ള ക്യാമ്പയിനുകൾ നടത്താനുള്ള കാശ് അവരുടെ കയ്യിൽ കിട്ടുകയുള്ളൂ. ജനമൈത്രി പോലീസിന് ശമ്പളം കൊടുക്കണമെങ്കിൽ, ഇതുപോലെയുള്ള ക്യാമ്പയിനുകൾ നടത്തണമെങ്കിൽ, ഇതുപോലെയുള്ള പരിപാടികൾ അവർക്ക് നടത്തണമെങ്കിൽ ഖജനാവിൽ കാശുണ്ടാകണം. ഖജനാവിൽ കാശുണ്ടാകണമെങ്കിൽ എളുപ്പ വഴി എന്ന് പറയുന്നത് മനുഷ്യന് മദ്യം കൊടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് സന്ധ്യ വരെ വേല ചെയ്താലും മനുഷ്യൻ സന്ധ്യ കഴിയുമ്പോൾ നേരെ വീട്ടിലേക്ക് പോകുകയല്ല. അതിനുശേഷം അവർ നേരെ പോകുന്നത് ബിവറേജുകളിലേക്കാണ്. ബിവറേജുകളിലേക്ക് പോയി കുപ്പിയെടുത്തിട്ട് പിന്നെ അവർ നേരെ ഭവനത്തിലേക്ക് ചെല്ലുവാൻ കഴിയുന്നില്ല. അർത്ഥമെന്താണ്? അവനവന് തന്നെ നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് മനുഷ്യനെ മറ്റാരോ നിയന്ത്രിക്കുന്നു. ഇവിടെയാണ് നമ്മുടെ പ്രഭാഷണത്തിന്റെ പ്രസക്തി എന്ന് പറയുന്നത്. എനിക്ക് നിയന്ത്രിക്കാൻ കഴിയാതെ എന്റെ ചിന്തകളെയും എന്റെ പ്രവൃത്തികളെയും മറ്റൊരാൾ നിയന്ത്രിക്കുന്നെങ്കിൽ ഞാൻ എന്തിനോ അടിമയാണ്. എന്തിനാണ് അടിമയായിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ആത്മീയ തലത്തിൽ നിന്നുകൊണ്ട് ഞാനൊരു കാര്യം പറയാം. നമ്മെ നിയന്ത്രിക്കുന്നത് പാപമാണ്. പാപം എന്നുള്ളത് ഞങ്ങളെപ്പോലെയുള്ള പ്രഭാഷകന്റെ മാത്രമുള്ള കണ്ടെത്തലല്ല. എല്ലാ മതങ്ങളും ഒരുപോലെ പറയുന്നതാണ്, ലോകത്ത് പാപം നിലനിൽക്കുന്നുണ്ട്. ഏത് മതങ്ങൾ പരിശോധിച്ചാലും എല്ലാ മതങ്ങളും ഒരുപോലെ പറയുന്നതാണ്, മനുഷ്യന്റെ ഉള്ളിൽ പാപമുണ്ട്. ആ പാപമാണ് മനുഷ്യനെ കൊണ്ട് തെറ്റുകൾ ചെയ്യിക്കുന്നത്. ഇവിടെ കുലപാതകിയാകണമെന്ന് ആഗ്രഹത്തോടുകൂടെ ആരും മക്കളെ വളർത്തുന്നില്ല. ഒരു കവലച്ചട്ടമ്പിയാകണമെന്നുള്ള ആഗ്രഹത്തോടുകൂടെ ആരും തങ്ങളുടെ മക്കളെ വളർത്തുന്നില്ല. എല്ലാവരും നാടിന് കൊള്ളാവുന്ന ഉത്തമ പൗരനായിരിക്കണമെന്ന ആഗ്രഹത്തോടുകൂടെയാണ് ആളുകൾ തങ്ങളുടെ തലമുറകളെ പോറ്റി വളർത്തുന്നത്. എന്നാൽ ജീവിത വഴിയാത്രയിൽ ആളുകൾ ക്രിമിനലുകളായി മാറുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഇതുപോലെയുള്ള പ്രഭാഷണങ്ങൾ ജയിലുകളിൽ ഞങ്ങൾ ക്ലാസ് എടുക്കാൻ പോകാറുണ്ട്, ബോധവൽക്കരണ ക്ലാസുകൾ നടത്താൻ പോകാറുണ്ട്. ഒരിക്കൽ കൊല്ലം ജില്ലാ ജയിലിൽ ഞാൻ ഇതുപോലെ പ്രഭാഷണം നടത്തിയിട്ട് അന്തേവാസികളുമായി സംസാരിക്കുമ്പോൾ ഒരു പരിധിക്കപ്പുറം അവരോട് ഇടപെടുവാൻ നമുക്ക് അനുവാദമില്ല. എങ്കിലും പ്രാർത്ഥനയ്ക്കായി ആളുകൾ കടന്നു വന്ന കൂട്ടത്തിൽ ഒരു ചെറുപ്പക്കാരനോട് ഞാൻ സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് സഹോദര, ആരോഗ്യമുള്ള നീ എന്തുകൊണ്ട് ഇതിനകത്ത് കടന്നു വന്നു എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു ചെറിയ കുത്തുകേസാണ് ഞാനിവിടെ വന്നത്. ചെറിയൊരു കുത്തുകേസ്. ഞാൻ പറഞ്ഞ പരിണിതഫലം അവൻ മരിച്ചുപോയി. എനിക്ക് വിഷമവും തോന്നി, അല്പം രസവും തോന്നി. ചെറിയ കുത്തുകേസിൽ കുത്തുകൊണ്ടവൻ മരിച്ചു. ഞാൻ പറഞ്ഞു, നീ ചെറുതായിട്ടൊന്ന് കുത്തിയപ്പോൾ അവൻ മരിച്ചെങ്കിൽ നീ കാര്യമായിട്ടൊന്ന് കുത്തിയെങ്കിൽ അതിന്റെ പരിണതഫലം എന്തായേനെ എന്ന് പറയാനിടയായി തീർന്നു. ഓക്കെ, സ്വന്തം സഹോദരനെയാണ് ആ മനുഷ്യൻ കുത്തിമലർത്തിയത്. മദ്യത്തിന്റെ ലഹരിയിൽ വന്ന് സഹോദരനുമായി സംസാരിച്ചപ്പോൾ ആവേശത്തിൽ അവിടെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കത്തി എടുത്ത് അവൻ സ്വന്തം സഹോദരനെ, പിതാവിന് ശേഷം മകനെ പോലെ കരുതേണ്ടുന്ന കൂടപ്പറപ്പിനെ, ഒരേ ഉദരത്തിൽ നിന്ന് കടന്നു വന്ന് സ്വന്തം അനുജനെയാണ് ജ്യേഷ്ഠന്റെ കരങ്ങളാൽ ജീവൻ നശിക്കപ്പെടുവാനിടയായി തീർന്നത്. ഈ തിന്മയായതിലേക്ക് മനുഷ്യനെ നയിക്കുന്ന ശക്തിക്ക് പറയുന്ന പേരാണ് പാപമെന്നുള്ളത്. ആ പാപത്തിന്റെ പിടിയിൽ നിന്ന് മനുഷ്യൻ സ്വതന്ത്രമായി തീരണം. എങ്ങനെ പാപത്തിന്റെ പിടിയിൽ നിന്ന് മനുഷ്യന് സ്വതന്ത്രമായി തീരാൻ കഴിയും? പാപത്തിന്റെ പിടിയിൽ നിന്ന് മനുഷ്യൻ സ്വതന്ത്രമാകാതെ ഇവിടെ എത്ര കാര്യങ്ങൾ നമ്മൾ ഒരുവനെ നേരെയാക്കാൻ ശ്രമിച്ചാലും മനുഷ്യൻ നേരെയാകത്തില്ല. ഇവിടെ തെറ്റുകൾ മനുഷ്യൻ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമുക്ക് പോലീസും ഗവൺമെന്റും ഒക്കെ ഉള്ളത്. പക്ഷെ പോലീസ് സ്റ്റേഷന്റെ എണ്ണം കൂട്ടിയാലും, ഇവിടെ പോലീസുകാരുടെ എണ്ണം കൂട്ടിയാലും ഇവിടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുന്നില്ല. പ്രിയമുള്ളവരെ,
ഈ ദിവസങ്ങളിൽ എനിക്ക് ചിന്ത വന്ന ഒരു കാര്യമുണ്ട്. താമര എന്ന് കേൾക്കുമ്പോൾ നമുക്ക് വളരെ സന്തോഷമാണ്. ഐശ്വര്യത്തിന്റെ പ്രതീകമാണ് താമര. എന്നാൽ ചെന്താമര എന്ന് കേൾക്കുമ്പോൾ മലയാളി ഞെട്ടും, അല്ലേ? ചെന്താമര എന്ന് കേൾക്കുമ്പോൾ മലയാളം ഞെട്ടും. താമര സന്തോഷത്തിന്റെ അടയാളമാണ്, ഐശ്വര്യത്തിന്റെ ചിഹ്നമാണ്. എന്നാൽ ചെന്താമര എന്ന് കേൾക്കുമ്പോൾ മനുഷ്യൻ ഞെട്ടും. ചെന്താമര ഒരിക്കൽ കൊലപാതകം നടത്തിയിട്ട് അവൻ ജയിലിൽ പോയി. ജയിലിൽ നിന്നും ഇറങ്ങി വന്നവൻ വീണ്ടും കൊല നടത്താൻ മടിച്ചില്ല. അപ്പോൾ അവന് കിട്ടുന്ന ശിക്ഷയുടെ ആഴം എന്താണ്? ഇവിടുത്തെ നിയമപാലകർക്കോ ഇവിടുത്തെ നിയമ സംഹിതകൾക്കോ മനുഷ്യനെ നേരെയാക്കാൻ പറ്റാതെ പരാജയത്തിലേക്ക് വന്നെത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനേറെ, ഒരു കുലകട്ടവനെ പിടിച്ച് കോടതി വിധിച്ച് അവനെ ജയിലിൽ അടച്ചു കഴിഞ്ഞാൽ പിന്നത്തേതിൽ അവനെ ഇറങ്ങി വരുമ്പോൾ കൊലപാതകം നടത്താൻ പരിശീലിച്ചുകൊണ്ടാണ് അവൻ ഇറങ്ങി വരുന്നത്. ആ നിലവാരത്തിൽ മനുഷ്യന് എല്ലാ തടവ് എന്ന് പറയുന്നത് ശരിയായ കാര്യം തന്നെയാണ്. അവന് വളരെ സുഖകരമായ ജീവിതമാണ്. ഇവിടെ 3 നേരവും ആഹാരം കിട്ടാത്തവൻ, കുടിച്ച് വീടിനെ നോക്കാതെ കറങ്ങി അടിച്ച് നടക്കുന്നവന് ഏത് ഭാര്യയാണ് ആഹാരം 3 നേരം വെച്ചു കൊടുക്കുന്നത്? വീടന്വേഷിക്കാത്ത ഒരു മനുഷ്യന് ഏതമ്മയാണ് എപ്പോഴും ആഹാരം വിളമ്പിക്കൊടുത്തവന്റെ അന്വേഷണം നടക്കുന്നത്? എന്നാൽ ജയിലിൽ ചെന്ന് താമസിച്ചു നോക്കേ, പോഷകാഹാരങ്ങളാണ് ലഭിക്കുന്നത്. ഉച്ചയ്ക്ക് സ്കൂളിൽ കഞ്ഞി കൊടുത്തിട്ട് ജയിലിൽ ചിക്കനും മട്ടനും അതുപോലെയുള്ള ആഹാരങ്ങളാണ് ലഭിക്കുന്നത്. എന്തിനേറെ നമ്മുടെ ഗോവിന്ദച്ചാമി നമുക്കറിയാമല്ലോ, ഒറ്റക്കയ്യനായ ഗോവിന്ദച്ചാമി. ജയിലിലേക്ക് പോയ സമയത്തുള്ള ഗോവിന്ദച്ചാമിയുടെ ആ മുഖവും ആ ശരീരപ്രകൃതിയൊക്കെ നമുക്കറിയാമല്ലോ. എന്നാൽ ജയിലിൽ ചെന്ന് കുറച്ചു നാളുകൾ കഴിഞ്ഞപ്പോൾ ഗോവിന്ദച്ചാമിയെ കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ മനസ്സിലാക്കി, അദ്ദേഹം പരോളിനിറങ്ങി നമ്മുടെ നാട്ടിൽ വന്ന് ഏറ്റവും നല്ല കുടുംബത്തിൽ പോയി കല്യാണം ആലോചിച്ചു കഴിഞ്ഞാൽ ഗോവിന്ദച്ചാമിയാന്ന് അറിയാതെ നമ്മുടെ ആളുകൾ കല്യാണം കഴിപ്പിച്ചു കൊടുക്കും. ആ നിലവാരത്തിൽ സൗന്ദര്യമുള്ളവനായിട്ട് അവൻ മാറി. ഇതാണ് നമ്മുടെ നാടിന്റെ അവസ്ഥ എന്ന് പറയുന്നത്. ഇവിടുത്തെ ശിക്ഷാ നടപടികൾക്കോ ഇവിടുത്തെയുള്ള ക്രമീകരണങ്ങൾക്കൊന്നും മനുഷ്യനെ നേരെയാക്കാൻ കഴിയുന്നില്ല. ഞാൻ ഒത്തിരി ബഹുമാനിക്കുന്ന, ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഘടനയാണ് ലഹരി വിരുദ്ധ ബോധവൽക്കരണ സംഘടനയും അതുപോലെ ഡി അഡിക്ഷൻ സെന്ററുകളുടെ പ്രവർത്തനങ്ങളുമൊക്കെ. അത് ആര് നടത്തിയാലും നല്ല കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഇതിനകത്ത് പോയിട്ട് വരുന്ന മനുഷ്യൻ പോലും 4 നാൾ കുടിക്കാതിരിക്കും. പിന്നത് കഴിയുമ്പോൾ വീണ്ടും അവൻ ലഹരിക്ക് അടിമയായി തീരുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മനുഷ്യൻ അവനവനെ തന്നെ നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു ശക്തിക്ക് അവൻ അടിമയായിരിക്കുന്നു. അതാണ് എല്ലാ മതങ്ങളും പറയുന്നത്, അവൻ പാപത്തിനടിമയാണ്. ഈ തിന്മയായ പാപത്തിൽ നിന്ന് മനുഷ്യൻ സ്വതന്ത്രമായെങ്കിൽ മാത്രമേ അവന് തിന്മയുടെ അനുഭവത്തിൽ നിന്നും പച്ചയായ ജീവിതത്തിലേക്ക് കടന്നു വരാൻ കഴിയത്തുള്ളൂ. ഞങ്ങളെല്ലാം ജനിച്ചപ്പോൾ തന്നെ ഇതുപോലെയുള്ള ജീവിതം നയിച്ച ആളുകളല്ല. നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, എനിക്ക് മുമ്പ് ഇവിടെ പാട്ടുപാടിയ സഹോദരൻ ഒരു കാലഘട്ടത്തിൽ മദ്യവും മയക്കുമരുന്നും ഉപയോഗിച്ച് കൂലിത്തല്ലിന് നടന്നവനായിരുന്നു എനിക്ക് മുമ്പ് ഇവിടെ പാടിക്കൊണ്ടിരുന്നയാൾ. എന്നാൽ തന്റെ മാതാപിതാക്കൾക്കോ തന്റെ അടുത്ത മിത്രങ്ങൾക്കോ തന്റെ സ്നേഹിതർക്കോ പോലീസിന്റെ ലാത്തിമുറകൾക്കോ ആ സഹോദരനെ നേരെയാക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ ഞങ്ങൾ ഇതുപോലെ പ്രഭാഷണം നടത്തുന്ന പ്രഭാഷണത്തിന് ആ മനുഷ്യനെ നേരെയാക്കാൻ കഴിഞ്ഞു. നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ മൊബൈൽ പിടിച്ചുകൊണ്ട് ഈ പ്രോഗ്രാം ലൈവ് പിടിക്കുന്ന ഒരു സഹോദരനുണ്ട്. ആ കുഞ്ഞു പൈതൽ, അവൻ ഞങ്ങളുടെ ടീമിലെ ഏറ്റവും ചെറിയ മകനാണ്. അവൻ +2 കഴിഞ്ഞതേ ഉള്ളൂ. അവനൊരു ചരിത്രം അവന്റെ ജീവിതത്തിന് പിന്നിലുണ്ട്. പിതാവിനാൽ മദ്യത്തിന്റെ ലഹരി അനുഭവിച്ചറിഞ്ഞ തിക്താനുഭവമുള്ളവനാണ് ഈ മകൻ എന്ന് പറയുന്നത്. മദ്യവും മയക്കുമരുന്നും അപ്പനോടൊപ്പം ഇരുന്ന് അവൻ സ്വന്തം വീട്ടിൽ കൊണ്ടുവന്ന മദ്യവും മയക്കുമരുന്നും ഉപയോഗിച്ചു കൊണ്ടിരുന്നപ്പോൾ അവന്റെ കുടുംബമാണ് തകർന്നത്. അവന്റെ അമ്മ അവനെ വിട്ടുപോയി. അമ്മ സ്വന്തം അനുജനെയും കൊണ്ട് അമ്മ വീട് വിട്ടുപോയി. എന്നോട് പറഞ്ഞ കാര്യമുണ്ട്, എനിക്ക് നീ ആ മൂത്ത മകനുമില്ല, എനിക്ക് നീ ഒരു ഭർത്താവുമില്ല. ഞാൻ എങ്ങനെങ്കിലും എന്റെ ഇളയ മകനെ വളർത്തിക്കൊള്ളാം, എനിക്ക് ഈ ബന്ധമൊന്ന് വേർപിരിഞ്ഞു കിട്ടിയാൽ മതി എന്ന് പറഞ്ഞ് ആ മാതാവ് ഇളയ കുഞ്ഞിനെയും കൊണ്ട് താൻ ജീവരക്ഷാർത്ഥം ഓടിപ്പോകാനിടയായി തീർന്നു. എന്നാൽ പല രാത്രികളിലും പല സമയങ്ങളിലും ഞാൻ ഈ മകന്റെയും പിതാവിന്റെയും അടുക്കൽ കടന്നു ചെന്ന് ജീവിത അർത്ഥത്തെക്കുറിച്ച് പറയുവാനിടയായി തീർന്നു. എന്നാൽ ഒരു ദിവസം മദ്യത്തിന്റെ ലഹരിയിൽ ആ പിതാവിനെ ആ മദ്യം കൊണ്ടുപോകാനിടയായി. ഈ മകനെ ഇന്ന് ജീവനോടെ തിരികെ കിട്ടി. ഇന്നവൻ മദ്യത്തിന്റെ പിടിയിൽ നിന്ന് സ്വതന്ത്രമായി. ഇവൻ ഇങ്ങനെയുള്ള എല്ലാ തിന്മയുടെ അനുഭവത്തിൽ നിന്നും സ്വതന്ത്രമായി ഇന്ന് ഞങ്ങളോടൊപ്പം കൂടി നടന്നുകൊണ്ട് അവന്റെ സമപ്രായക്കാരോട് അവൻ പറയുകയാണ്, മദ്യവെക്കരുത്, കുടിക്കരുത്, ലഹരി ഉപയോഗിക്കരുത്. എന്റെ ജീവിതം തകർത്തത്, എന്റെ കുടുംബത്തെ തകർത്തത് ലഹരിയാണ്. അതുപോലെ എത്രയെത്ര അനുഭവങ്ങളാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പ്രിയമുള്ളവരെ, ഇതുപോലെയുള്ള പ്രഭാഷണങ്ങൾക്ക് മനുഷ്യനെ നേരെയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് മനുഷ്യനെ നേരെയാക്കാൻ കഴിഞ്ഞത്?
ഇതിനകത്തൊരു ആധ്യാത്മിക ചിന്തയുണ്ട്. ആധ്യാത്മിക ചിന്ത എന്താണ്? മനുഷ്യന്റെ ഉള്ളിൽ തിങ്ങി നിറഞ്ഞിരിക്കുന്ന പാപത്തിൽ നിന്ന് മനുഷ്യൻ സ്വതന്ത്രമാകണം. ഈ പാപത്തിൽ നിന്നും എങ്ങനെ സ്വതന്ത്രമാകാൻ കഴിയും? അതിനുള്ള മരുന്നെന്താണ്? അതിനുള്ള പോംവഴി എന്താണ്? പാപത്തിൽ നിന്ന് സ്വതന്ത്രമാകണമെങ്കിൽ പാപത്തെ ജയിച്ചവനെ തിരിച്ചറിയണം. ആരാണ് പാപത്തെ ജയിച്ചവൻ? ആരാണ് പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചവൻ? ആരാണ് ഈ ലോകത്തിൽ പാപത്തെ ജയിച്ച വ്യക്തി? ആ പാപത്തെ ജയിച്ച വ്യക്തി ആരാണെന്ന് പരതി ഒരു അന്വേഷണം നടത്തിയാൽ അതിന്റെ പരിസമാപ്തിയിൽ ചെന്ന് നിൽക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിലാണ്. ഈ പ്രഭാഷണത്തിന്റെ ഈ അവസാനത്തിലേക്ക് വരുമ്പോൾ ഒരുപക്ഷെങ്കിൽ നിഷ്കളങ്കമായി നിങ്ങളുടെ ഹൃദയത്തിനകത്തൊരു ചോദ്യം ഉന്നയിക്കപ്പെട്ടേക്കാം. ഇത് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത് മതപരിവർത്തനം എന്ന വിഷയത്തിലേക്കല്ലേ? ഒരിക്കലുമല്ല പ്രിയമുള്ളവരെ, മതപരിവർത്തനം എന്ന വിഷയത്തിലേക്കല്ല ഞാൻ പറഞ്ഞു വരുന്നത്. പിന്നെയോ മനസ്സിന്റെ പരിവർത്തനം എന്ന വിഷയത്തിലേക്കാണ് വരുന്നത്. ഞങ്ങളുടെ ഒരു പ്രഭാഷകന്റെ വാക്കുകളെ ഞാൻ കടമെടുത്ത് പറയാം. പറമ്പിൽ നിൽക്കുന്ന ഞങ്ങളുടെ നാട്ടിൽ ചൊറിയണമെന്നൊക്കെ പറയുന്ന ആ വസ്തു, ആ ചെടി, ആ പറമ്പിൽ നിൽക്കുന്ന ചൊറിയണത്തെ പിടിച്ചുകൊണ്ടുവന്ന് വീട്ടിനകത്താക്കിയിട്ട് അതിന്റെ പേര് മാറ്റി വേറെ ഏതെങ്കിലും ഒരു പേരിട്ടാൽ അതിന്റെ സ്വഭാവത്തിന് മാറ്റം ഉണ്ടാകുന്നില്ല. ചൊറിയണമായിട്ടാണ് പറമ്പിൽ നിന്നതെങ്കിൽ അത് സെൽഫിനകത്ത് കയറിയാലും, അത് നമ്മുടെ ബെഡ്റൂമിൽ കയറിയാലും, അത് നമ്മുടെ ഡൈനിങ് ഹാളിൽ കയറിയാലും, സ്ഥാനമാറ്റം ഉണ്ടായാലും അതിന്റെ സ്വഭാവത്തിന് മാറ്റം ഉണ്ടാകുന്നില്ല. ഞാൻ പ്രസംഗിക്കുന്ന പ്രഭാഷണത്തിന്റെ കേന്ദ്രബിന്ദുവായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവും ഒരിക്കലും മതത്തെ സപ്പോർട്ട് ചെയ്തിരുന്നില്ല. യേശുക്രിസ്തു പറഞ്ഞൊരു കാര്യമുണ്ട്: നിങ്ങൾ കടലും കരയും കടന്നൊരുവനെ മതത്തിൽ ചേർക്കുന്നു, പിന്നെ അവനെ ഇരട്ടി നരകത്തിന് യോഗ്യരാക്കി തീർക്കുന്നു. അതുകൊണ്ട് മതപരിവർത്തനം ആവശ്യമില്ല എന്ന് അതിന്റെ തുടക്കത്തിൽ തന്നെ യേശുക്രിസ്തു പറയുവാനിടയായി തീർന്നു. മാത്തനെ പിടിച്ച് മത്തായിയാക്കിയത് കൊണ്ട് മത്തായിയുടെ ജീവിതത്തിന് മാറ്റമുണ്ടാകും? ഒന്നും ഉണ്ടാകുന്നില്ല. മാത്തനായിരുന്നപ്പോൾ എത്ര കുടിക്കുമോ അതിലൊരു പെക്കൂട് അധികം കുടിക്കുന്നതല്ലാതെ മാത്തൻ മത്തായി ആയതുകൊണ്ട് ഒരിക്കലും അവന്റെ കുടി നിർത്തുന്നില്ല. പിന്നെയോ യേശുക്രിസ്തുവിലേക്ക് വന്ന് യേശുക്രിസ്തുവിന്റെ മാർഗത്തിലേക്ക് വരുവാൻ ഒരുവൻ തയ്യാറായെങ്കിൽ മാത്രമേ അവന്റെ ജീവിതത്തിന് മാറ്റമുണ്ടാകുന്നുള്ളൂ. വിശുദ്ധ ബൈബിൾ ഇങ്ങനെയാണ് പറയുന്നത്: ഒരുവൻ ക്രിസ്തു മതത്തിലായാൽ എന്നല്ല, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി. അവൻ പഴയതിൽ നിന്ന് മാറി, അവൻ സകലതും പുതുതായി തീർന്നിരിക്കുന്നു. ഒരുവൻ ക്രിസ്തുവിലാകണം. യേശുക്രിസ്തുവിന്റെ ഉപദേശത്തിലേക്ക് ഒരുവൻ വന്നെങ്കിൽ മാത്രമേ അവന്റെ ജീവിതത്തിന് മാറ്റമുണ്ടാകുകയുള്ളൂ. അങ്ങനെ ജീവിതത്തിൽ യേശുക്രിസ്തു വന്നതുകൊണ്ടാണ് എന്നെ കേൾക്കുന്ന, എന്നോടൊപ്പം നിൽക്കുന്ന ഈ യുവ സഹോദരന്മാരെല്ലാം ഈ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും തിന്മയായ അധാർമികമായ പ്രവൃത്തിയിൽ നിന്ന് അവർ വിടുതൽ പ്രാപിച്ച് ഈ സത്വചനം പറയുവാൻ ഞങ്ങളോടൊപ്പം കൂടിയതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ അവർ ഈ തിന്മയിൽ നിന്ന് വിടുതൽ പ്രാപിച്ചതുകൊണ്ടാണ്. യേശുക്രിസ്തുവിന്റെ സത്യസുവിശേഷം അവരുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാനിടയായി തീർന്നു. യേശുക്രിസ്തുവിന്റെ സത്യസുവിശേഷം അവന്റെ ജീവിതത്തിന് അർത്ഥം നൽകുവാനിടയായി തീർന്നു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാന്യ ശ്രോതാവേ, നാം അല്ലാതെ എത്രമാത്രം നേരെയാകണമെന്ന് ചിന്തിച്ചാൽ ഒരിക്കലും നേരെയാകാൻ കഴിയത്തില്ല. കാരണം നമ്മെ നയിക്കുന്ന തിന്മയുടെ പാപത്തിന്റെ പ്രവൃത്തിയിൽ നിന്ന് നമ്മൾ വിടുതൽ പ്രാപിക്കണം. ആ പാപം ജീവിതത്തിൽ തൊട്ടു തീണ്ടാത്ത ഒരു വ്യക്തിയുണ്ടെങ്കിൽ, ഈ ഭൂമിയിൽ അവതരിച്ചിട്ടുണ്ടെങ്കിൽ അത് കർത്താവായ യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവിനെ വിസ്തരിക്കുവാനായിട്ട് റോമൻ പടയാളികളെല്ലാം കൂടെ കൊണ്ടുവന്ന് ന്യായാധിപ സംഘത്തിന് മുന്നിൽ നിർത്തി. തിരിച്ചും മറിച്ചുമെല്ലാം കോടതി വിസ്തരിച്ചു കഴിഞ്ഞിട്ട് ന്യായാധിപ സംഘത്തിലെ വിധികർത്താവായിരിക്കുന്ന പീലാത്തോസ് ഇങ്ങനെ പ്രഖ്യാപനം ചെയ്തു: ഇവൻ നീതിമാനാണ്, ഇവനിൽ ഞാനൊരു കുറ്റവും കാണുന്നില്ല. യേശുക്രിസ്തു പാലസ്തീന്റെ പച്ചമണ്ണിലൂടെ നിരവധി സുവിശേഷ പ്രവർത്തനങ്ങൾ നടത്തി, രോഗികളെ സൗഖ്യമാക്കി, കുരുടർക്ക് കാഴ്ച നൽകി, അങ്ങനെ അനവധി വീര്യപ്രവർത്തികൾ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ആ കൂട്ടത്തിൽ ഒരു കൂട്ടം ആളുകളുണ്ടായിരുന്നു. അവർ കൂടെ കൂടിയത് യേശുവിന്റെ തിന്മയെ കണ്ടെത്താൻ വേണ്ടിയാണ്. അവരുടെ അകതാരിലെ ആശയങ്ങളെ തിരിച്ചറിഞ്ഞ് യേശു ഒരിക്കൽ തിരിഞ്ഞു നിന്നുകൊണ്ട് അവരോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്: നിങ്ങളിൽ ആർക്കെന്റെ പാപത്തെക്കുറിച്ച് എന്നോട് ബോധ്യം വരുത്താൻ കഴിയും? നിങ്ങളിൽ ആർക്കെന്റെ പാപത്തെക്കുറിച്ച് എന്നോട് ഉണർത്താൻ കഴിയുമെന്ന ചോദ്യം, ആ നൂറ്റാണ്ടിൽ തുടങ്ങിയ ചോദ്യത്തിന് ഇന്നുവരെ ആർക്കും മറുപടി കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. യേശുവേ, നീ നല്ല കാര്യങ്ങൾ ചെയ്തെങ്കിലും ഇന്നയാളോട് സംസാരിച്ചപ്പോൾ, ഇന്നയിടത്തായിരുന്നപ്പോൾ, ഇന്ന വഴിയിലൂടെ യാത്ര ചെയ്തപ്പോൾ നിന്നിൽ പാപത്തിന്റെ മയം ഞാൻ കണ്ടിരുന്നു, നിന്റെ നോട്ടത്തിൽ ആ പാപത്തിന്റെ മയമുണ്ടായിരുന്നു, നിന്റെ വാക്കുകളിൽ ദ്വയാർത്ഥമുണ്ടായിരുന്നു എന്നൊരു വാക്ക് ആർക്കും പറയാൻ കഴിഞ്ഞില്ല. ന്യായാധിപ സംഘം പറഞ്ഞു ഇവൻ നീതിമാനായിരുന്നു. എന്തിനേറെ ശിക്ഷിച്ച പടയാളികളിൽ ഒരുവൻ പറഞ്ഞു ഇവൻ നീതിമാനായിരുന്നു. യേശുക്രിസ്തുവിനെ ചൂണ്ടിക്കാണിച്ചു കൊടുത്ത യൂദാസ് അവസാനം ക്രിസ്തു മരിച്ചു എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവൻ വലിയ വായിലെ നിലവിളിച്ചുകൊണ്ട് പറയുന്ന ഒരു കാര്യമുണ്ട്: ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തു. എല്ലാവരാലും സാക്ഷ്യം പ്രാപിച്ചവനായ കർത്താവായ യേശുക്രിസ്തു മാത്രമാണ് പാപരഹിതനായി ഈ ഭൂമിയിൽ ജീവിപ്പാനിടയായി തീർന്നത്. എന്തുകൊണ്ട് തന്നിൽ പാപം
അല്പം പോലും ലേശിയില്ല എന്ന് ചോദിച്ചാൽ, മനുഷ്യനായി ജനിച്ചിട്ട് അമ്മയുടെ ഉദരത്തിലൂടെ പുറത്തു വന്ന് മനുഷ്യനായി ജനിച്ചിട്ട് തന്റെ അത്ഭുത പ്രവർത്തികൾ കണ്ടിട്ട് തന്റെ ശിഷ്യന്മാരെല്ലാം കൂടെ യേശുവിനെ ദൈവമാക്കിയതല്ല. പിന്നെയോ വിശുദ്ധ ബൈബിൾ പറയുന്നു, അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ രാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി. നമ്മെ രക്ഷിക്കേണ്ടതിന് വേണ്ടി, നമ്മുടെ പാപത്തിൽ നിന്ന് മനുഷ്യനെ സ്വതന്ത്രമാക്കേണ്ടതിന് വേണ്ടി, നമുക്ക് നിത്യജീവൻ തരേണ്ടതിന് വേണ്ടി നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് അവതരിപ്പാനിടയായി തീർന്നു. ആ യേശുക്രിസ്തുവിന്റെ പാവന രക്തം നമ്മെ കഴുകിയെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിന് സ്വാതന്ത്ര്യമുണ്ടാകുകയുള്ളൂ. നമ്മുടെ പാപത്തിൽ നിന്ന് നമുക്ക് വിടുതൽ പ്രാപിക്കാൻ കഴിയുള്ളൂ. നമ്മുടെ ജീവിതം ക്ഷണഭംഗുരമാണ്. ഇന്ന് കാണുന്നവരെ നമുക്ക് നാളെ കാണാൻ കഴിയുമെന്ന് ഉറപ്പു പറയാൻ പറ്റില്ല. എന്നാൽ ക്ഷണികമായ ജീവിതത്തിൽ നമ്മുടെ ജീവിതം അർത്ഥപൂർണമാകണമെങ്കിൽ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, നമ്മുടെ ജീവിതത്തെ കർത്താവ് യേശുക്രിസ്തുവിന് വേണ്ടി സമർപ്പിക്കുക. മനുഷ്യൻ ആരാണെന്ന് തിരിച്ചറിയണം. ആരാണ് മനുഷ്യൻ? ബൈബിൾ ഇങ്ങനെയാ പറയുന്നത്, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലയോ? ദൈവത്തിന്റെ പ്രതീകമായ ദൈവാലയങ്ങൾക്ക് എന്തെങ്കിലും ഒരു കേടുപറ്റിയാൽ അതിന്റെ പേരിൽ വർഗീയ ലഹളകൾ ഉണ്ടാകുന്നതാണ് നമ്മുടെ പ്രബുദ്ധ കേരളത്തിൽ പോലും. അതിന്റെ പേരിൽ സുഹൃത്തിനെ കുത്തിമലർത്താൻ മടിക്കുന്നില്ല. അവിടെ മതവികാരം ഉയരുകയാണ്. എന്നാൽ ബൈബിൾ പറയുന്നത്, കരങ്ങൾ കൊണ്ടും കല്ലുകൊണ്ടും മണ്ണുകൊണ്ടും സൃഷ്ടിക്കപ്പെട്ട ആ ആലയത്തിൽ ദൈവം വസിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെയോ ഏതാണ് ദൈവത്തിന്റെ ആലയം? നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണ്, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാണ്. എന്നിട്ട് ദൈവം പറയുകയാണ്, ദൈവത്തിന്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നവന് ഞാനും നശിപ്പിക്കും. എങ്ങനെ നശിപ്പിക്കും? പാപം ചെയ്ത്, തിന്മ ചെയ്ത്, പാവപ്രവർത്തികൾ ചെയ്ത് ദൈവത്തിന്റെ ആലയമാകുന്ന നമ്മുടെ ശരീരത്തെ കള്ളുകുടവാക്കി തീർത്തുകൊണ്ട് തിന്മയായ യാത്രയിലൂടെ യാത്ര ചെയ്യുന്ന മനുഷ്യനോട് ദൈവത്തിനൊരു കരുണയുമില്ല. അങ്ങനെയുള്ളവനെ ദൈവം നശിപ്പിക്കുമെന്നാണ് വിശുദ്ധ വേദപുസ്തകത്തിലൂടെ പറയുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാന്യ ശ്രോതാവിനോട് ഞാനൊരു കാര്യം പറയട്ടെ. ജാതിയുടെ പേരിലാകട്ടെ, മതത്തിന്റെ പേരിലാകട്ടെ, വർഗത്തിന്റെ പേരിലാകട്ടെ, നിറത്തിന്റെ പേരിലാകട്ടെ, കൊടിയുടെ പേരിലാകട്ടെ, പ്രത്യയ ശാസ്ത്രത്തിന്റെ പേരിലായിക്കൊള്ളട്ടെ, അവരനെ കുത്തിമലർത്തിയാൽ നീ ഒരുവനെ തകർത്തു എന്നുള്ളതല്ല, ദൈവം വസിക്കുന്ന ഒരു ആലയത്തെയാണ് നീ തകർത്തത് എന്നാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത്. അതേത് മതത്തിൽപ്പെട്ടവനാണ്, ഏത് ജാതിയിൽപ്പെട്ടവനായാലും ഒരു മനുഷ്യനെ നിഷ്കരണം തകർത്തു കഴിഞ്ഞാൽ, കൊന്നുകളഞ്ഞാൽ, അവനെ പീഡിപ്പിച്ചാൽ, അവനെ ഉപദ്രവിച്ചാൽ ദൈവത്തിന് ആലയത്തിനെതിരെയാണ് നീ കൈ ഉയർത്തുന്നത് എന്ന് പരമാർത്ഥ സത്യം മറന്നു പോകരുത്. അങ്ങനെ ദൈവത്തിന്റെ ആലയത്തെ തകർത്തു കളയുന്നവനെ ദൈവവും നശിപ്പിച്ചു കളയും, തകർത്തു കളയുമെന്നാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പാപത്തിന്റെ പിടിയിൽ നിന്ന് നാം സ്വതന്ത്രമാകേണ്ടത് അനിവാര്യമാണ്. മാത്രമല്ല, ഇവിടെ ജനിച്ചു ജീവിച്ചു മരിച്ചു മൺമറഞ്ഞു പോകാനുള്ളവരല്ല മനുഷ്യൻ. അവന്റെ ഉള്ളിലൊരു ആത്മാവുണ്ട്, ഇല്ലേ? അവന്റെ ഉള്ളിലൊരു ആത്മാവുണ്ട്. ആ ആത്മാവിന് നിത്യസായുജ്യം കണ്ടെത്താനുള്ള സമയമെന്ന് പറയുന്നത് നാം ശരീരത്തിലിരിക്കുമ്പോഴാണ്. വിശുദ്ധ ബൈബിൾ ഇങ്ങനെയാ പറയുന്നത്, അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാം ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുന്നിൽ വെളിപ്പെടേണ്ടതാകുന്നു. എല്ലാ മനുഷ്യരും മരിച്ചവരെല്ലാം ഉയർത്തെഴുന്നേൽക്കുമെന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നു. എന്തിനു വേണ്ടി ഉയർത്തെഴുന്നേൽക്കുന്നു? അവന്റെ പ്രവൃത്തി അവനെ പിന്തുടരുന്നു. ആ പ്രവൃത്തിക്ക് തക്ക ശിക്ഷ ലഭിക്കുവാൻ ദൈവം എല്ലാവരെയും ഒരു ദിവസം ന്യായാധിപന്റെ മുന്നിൽ, ന്യായാസനത്തിന് മുന്നിൽ എല്ലാവരെയും ഉയർപ്പിച്ചു കൊണ്ടുവരുമെന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നു. ഇവിടെ നാക്കുവിളയ്ക്കുവാൻ കഴിവുള്ള നല്ല വക്കീലുണ്ടെങ്കിൽ നിയമത്തിന്റെ പഴുതിൽ എല്ലാവരും രക്ഷപ്പെടും. നല്ല കോടതിയിൽ സംസാരിക്കാൻ കഴിയുന്ന നല്ല വക്കീലന്മാരുണ്ടെങ്കിൽ ഇവിടെ ഏത് കൊലയാളിയും രക്ഷപ്പെടുന്ന ഒരു ചരിത്രമാണ് നമുക്കുള്ളത്. എന്നാൽ വിശുദ്ധ ബൈബിൾ പറയുന്നു, അവന്റെ കണ്ണുകൾക്ക് ഒന്നും മറവല്ല. 4 ഭിത്തിക്കകത്ത് നടക്കുന്ന കാര്യങ്ങൾ, ആരുമറിയാതെ രഹസ്യത്തിൽ ചെയ്ത കാര്യങ്ങളുമെല്ലാം അവന്റെ മുന്നിൽ നഗ്നവും മലർന്നുമായി കിടക്കുന്നു. അവനുമായിട്ടാണ് നമുക്ക് കാര്യമുള്ളത്. അതുകൊണ്ട് മനുഷ്യരെ മറയ്ക്കാം, ഭാര്യയെ മറയ്ക്കാം, മക്കളെ മറയ്ക്കാം, ബന്ധങ്ങളെ മറയ്ക്കാം, പക്ഷേ എല്ലാം അറിയുന്ന ദൈവത്തെ മറയ്ക്കാൻ കഴിയത്തില്ല. ആ മനുഷ്യന്റെ മുന്നിൽ ദൈവത്തിന്റെ ആലയമാകുന്ന നമ്മുടെ ശരീരത്തെ പവിത്രമായി കാക്കുന്നവർക്ക് അതിന് തക്കതായ ആത്മീയ സായുജ്യം ലഭിക്കുവാനിടയായിത്തീരും, നിത്യജീവൻ ലഭിക്കാനിടയായിത്തീരും. അല്ലാത്തവർക്ക് നിത്യശിക്ഷ ലഭിക്കുമെന്ന് വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ഞങ്ങളെ കേൾക്കുന്ന മാന്യ ശ്രോതാവേ, ഈ നിമിഷം നിങ്ങൾക്കൊരു പക്ഷെങ്കിൽ ന്യായമായ ചില കാര്യങ്ങൾ പറയാൻ കണ്ടേക്കാം. സമാധാനത്തിന് വേണ്ടിയാണ് ഞാൻ കുടിക്കുന്നത്. പക്ഷെ നീ കുടിക്കുന്ന സമാധാനം, ആ കണ്ടെത്തുന്ന മാർഗം നിനക്ക് പരിപൂർണമായ സമാധാനം തരാൻ കഴിഞ്ഞിട്ടുണ്ടോ?
വിശുദ്ധ ബൈബിളിൽ കർത്താവായ യേശുക്രിസ്തു ഇങ്ങനെയാ പറഞ്ഞത്, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു, അത് ലോകം തരുന്നത് പോലെയല്ല. മദ്യമോ മയക്കുമരുന്നോ പാൻമസാലകളോ തരുന്ന സമാധാനമല്ല, അതാണ് ലോകം തരുന്നത് പോലെയല്ല എന്ന് പറയാനിടയായിത്തീരുന്നത്. ലോകം തരാത്തൊരു സമാധാനം തരാൻ കഴിയുന്നത് കർത്താവായ യേശുക്രിസ്തുവിന് മാത്രമാണ്. അതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിലേക്ക് ഞങ്ങൾ നിങ്ങളെ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. പാപം എത്ര കടും ചുമപ്പായിക്കൊള്ളട്ടെ, പാപം എത്ര കട്ടിയുള്ളതായിക്കൊള്ളട്ടെ, എത്ര വലിയ പാപത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വന്നു എന്നിരിക്കട്ടെ, പക്ഷേ ഏത് പാപത്തെയും ക്ഷമിക്കാൻ കഴിവുള്ള നമ്മുടെ ദൈവം, ആ ദൈവത്തിന് മുന്നിൽ കർത്താവായ യേശുവേ, ഞാനൊരു പാപിയാണ്, എന്റെ പാപത്തെ എന്നോട് ക്ഷമിച്ച് എന്നെയും അങ്ങയുടെ മകനാക്കി തീർത്ത് മാതൃകയുള്ള ഒരു മകനാക്കി ജീവിക്കാൻ, സമൂഹത്തിന് കൊള്ളാവുന്ന ഒരു വ്യക്തിത്വമായി ജീവിക്കാൻ, എന്റെ കുഞ്ഞുങ്ങൾക്ക് കൊള്ളാവുന്ന ഒരു മാതൃകയുള്ള പിതാവായി ജീവിക്കാൻ അവിടുന്ന് എന്നെയും സഹായിക്കണമേ എന്ന് പറഞ്ഞാൽ കൈവിടാത്തൊരു ദൈവമാണ് ഞാൻ പ്രസംഗിക്കുന്ന കർത്താവായ യേശുക്രിസ്തു. ഇതൊന്നല്ല, 9 അല്ല, 100 അനുഭവങ്ങൾ ഇവിടെ നിന്നുകൊണ്ട് എനിക്ക് പറയുവാൻ കഴിയും. സമൂഹത്തിന് വേണ്ട എന്ന് പറഞ്ഞു, ഇവന്റെ തലയിൽ ഇടിപോലും വെട്ടുന്നില്ലല്ലോ എന്ന് പറഞ്ഞ മാതാപിതാക്കളുടെ മക്കള് തിരിച്ച് സൽസ്വഭാവികളായി കൊടുത്ത അനുഭവങ്ങൾ ഞങ്ങളുടെ പ്രഭാഷണത്തിനുണ്ട്. അതിന്റെ ഉറപ്പിൽ നിന്നുകൊണ്ട് പറയുകയാണ്, നിങ്ങളുടെ ഹൃദയത്തെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാൻ തയ്യാറാകുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ പണിയാൻ എന്റെ ദൈവം മതിയായ ദൈവമാണ്. ഇനി നിനക്കൊരു ജീവിതമില്ല, ഇനി നിനക്കൊരു മടങ്ങി വരവില്ല, നീ നാടിന് കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് നിന്നെ തള്ളിക്കളഞ്ഞിരിക്കട്ടെ, പക്ഷേ ആര് തള്ളിക്കളഞ്ഞാലും തള്ളിക്കളയാത്ത ഒരു ദൈവത്തെയാണ് ഞാൻ ഇവിടെ നിന്നുകൊണ്ട് പ്രസംഗിക്കുന്നത്. ആ യേശുക്രിസ്തുവിലേക്ക് ഞങ്ങൾ നിങ്ങളെ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ആ യേശുവിന്റെ സമാധാനത്തിലേക്ക് ഞങ്ങൾ നിങ്ങളെ മാടി വിളിക്കുകയാണ്. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഈ പ്രഭാഷണം നടത്തുന്നത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ നിങ്ങളും ഞങ്ങളുടെ സഹോദരങ്ങളാണ്. അതും വിശുദ്ധ ബൈബിൾ ഞങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ഒരുപക്ഷെങ്കിൽ വായനാശീലമുള്ളവരാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ഒരു കവി എഴുതിയ ആ കവിതയുടെ ഒരു ഭാഗം ഇങ്ങനെയുണ്ട്: ഒരച്ഛനമ്മയ്ക്ക് പിറന്ന മക്കൾ ഓർത്താൽ ഒരൊറ്റ തറവാട്ടുകാർ നാം. ലോക ജനതയെക്കുറിച്ച്, പ്രത്യേകിച്ച് കേരളീയരെ കുറിച്ച് പറയുകയാണ്, ഒരച്ഛനമ്മയ്ക്ക് പിറന്ന മക്കളാണ്, ഓർത്താൽ നാം ഒരൊറ്റ തറവാട്ടുകാരാണ് എന്ന് പറഞ്ഞ് സാഹോദര്യത്തിന്റെ ഒരു സന്ദേശം ആ കവി നൽകുന്നുണ്ട് മലയാളക്കരയ്ക്ക്. എന്നാൽ ഇത് കവി എഴുതുന്നതിന് മുമ്പേ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വിശുദ്ധ ബൈബിളിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ഭൂലോകത്തിലൊക്കെയും കുടിയിരിക്കേണ്ടതിന് അവൻ ഒരുവനിൽ നിന്ന് മാനവജാതിയെ മുഴുവനും ഉളവാക്കി. അതെ, ഭൂലോകത്തിലൊക്കെയും കുടിയിരിക്കേണ്ടതിന് അവൻ ഒരുവനിൽ നിന്ന് മാനവജാതിയെ മുഴുവനും ഉളവാക്കി. ഒരച്ഛൻ ഒരമ്മ, അതാരാണ്? ആദം ഹവ്വ ദമ്പതികൾ. അവരിൽ നിന്നാണ് ഈ ഗ്ലോബിലുള്ള സകല മാനവജാതിയും സൃഷ്ടിക്കപ്പെട്ടതെന്നാണ് വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നത്. അത് ഹിന്ദു ആയിക്കൊള്ളട്ടെ, മുസ്ലിമാനായിക്കൊള്ളട്ടെ, ജൈനനായിക്കൊള്ളട്ടെ, പാഴ്സി ആയിക്കൊള്ളട്ടെ, മതമില്ലാത്തയാളായിക്കൊള്ളട്ടെ, ആരുമായിക്കൊള്ളട്ടെ, കുട്ടിലിൽ വസിക്കുന്നവനോ, കൊട്ടാരത്തിൽ വസിക്കുന്നവനോ, കുടിലിൽ പാർക്കുന്നവനോ, ഓടയിൽ കിടക്കുന്നവനോ, ആരുമായിക്കൊള്ളട്ടെ, മനുഷ്യനായി പിറന്നവനാണോ നീ, എന്റെ സഹോദരനാണ്. എന്റെ സഹോദരനായ താങ്കൾ നശിച്ചു പോകരുത് എന്ന ഒറ്റ ലക്ഷ്യത്തിലോടുകൂടെയാണ് ഈ കണ്ടക്ഷോഭം. അതുകൊണ്ട് തന്നെ കേൾക്കുന്ന മാന്യശ്രോതാവ്, ഒരു സാഹോദര്യ സ്നേഹത്തിൽ മാത്രം ഇതിനെ നിങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഈ പ്രഭാഷണത്തിനകത്തെ കാമ്പ് കഴമ്പ് യാഥാർത്ഥ്യം എന്താണെന്ന് നിങ്ങൾ സ്വതന്ത്രമായ ഒരു പരീക്ഷണത്തിന് വേണ്ടി, ഒരു ചിന്തയ്ക്ക് വേണ്ടി നിങ്ങൾ വിശകലനം നടത്തുവാൻ നിങ്ങൾ തയ്യാറാകുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതം ധന്യമായി തീരും. അതിനായി കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഞങ്ങളൊരു നിമിഷം ഈ ദേശത്തിന്റെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞങ്ങൾ തയ്യാറാകുകയാണ്. ഈ ദേശത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ച് ഞങ്ങളുടെ ഇന്നത്തെ പ്രോഗ്രാം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതുവരെ ഞങ്ങളെ കേട്ട എല്ലാ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. ഈ സന്ധ്യാസമയത്ത് നല്ല കച്ചവടം നടക്കുമ്പോൾ ഞങ്ങളുടെ പ്രഭാഷണത്തിന് ഈ മൈക്ക് സെറ്റിന്റെ ശബ്ദം അല്പമല്ലാത്ത ബുദ്ധിമുട്ട് ഇവിടെയുള്ള ഷോപ്പുകളിൽ ഉണ്ടാക്കിയെന്ന് ഞങ്ങൾക്കറിയാം. എങ്കിലും സദയം ക്ഷമിച്ച് ഞങ്ങളുടെ ഈ വാക്കുകളെ ശ്രദ്ധിച്ച് നിങ്ങൾക്ക് ഞങ്ങളുടെ വിനീതമായ കൂപ്പുകൈ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. മാത്രമല്ല, ഈ പ്രഭാഷണത്തിന്റെ യാഥാർത്ഥ്യത്തെ നിങ്ങൾ തിരിച്ചറിയുക. യേശുക്രിസ്തുവിലേക്ക് ഞങ്ങൾ നിങ്ങളെ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഹൃദയത്തിലെ അഴുക്കുകളെ മാറ്റിക്കളയുന്ന യേശുക്രിസ്തുവിന്റെ പാവനമായ സ്നേഹം നമ്മുടെ പാപത്തെ പരിഹരിക്കേണ്ടതിന് വേണ്ടി അവിടുന്ന് നമുക്ക് വേണ്ടി യാഗമായി തീരാനിടയായി. യേശുക്രിസ്തുവിന്റെ മരണമെന്ന് പറയുന്നത് റോമൻ പടയാളികളും യഹൂദന്മാരോട് ഒരുമിച്ച് ചിന്തിച്ചപ്പോൾ ഒരു നേതാവിനെ പിടിച്ചു. ഇവിടെ നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരെ അങ്ങനെ പിടിച്ച് ജയിലിലടയ്ക്കുന്നല്ലോ എന്നതുപോലെ ഒരു ആക്സിഡന്റലായിട്ട് നടന്ന, ഒരു യാദർച്ഛികമായി നടന്ന ഒരു സംഭവമായിരുന്നില്ല യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണം എന്ന് പറയുന്നത്. പിന്നെയോ യേശുക്രിസ്തു താൻ പിടിക്കപ്പെടാൻ പോകുന്നു എന്ന് നാളുകൾക്ക് മുമ്പ് താൻ അറിഞ്ഞിരുന്നു. കാരണം മരിക്കുവാൻ വേണ്ടിയാണ് അവിടുന്ന് ഈ ഭൂമിയിലേക്ക് ജനിക്കാനിടയായി തീർന്നത്. പാപിയായ മനുഷ്യന് വേണ്ടി, അവന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി യേശുക്രിസ്തു മരിക്കാൻ വേണ്ടി ഈ ഭൂമിയിലേക്ക്
ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. അവൻ മരിച്ചു മൺമറഞ്ഞു പോയ ഒരു ക്രിസ്തുവിനെയല്ല ഞാൻ പ്രസംഗിക്കുന്നത്. പാലസ്തീന്റെ മണ്ണിൽ അടഞ്ഞു കിടക്കുന്ന ഒരു കല്ലറയെ കുറിച്ച് ഓർമ്മപ്പെടുത്തുകയല്ല ഞാൻ ചെയ്യുന്നത്. പിന്നെയോ അവിടെ തുറന്നു കിടക്കുന്ന ഒരു കല്ലറയുണ്ട്. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അവൻ ഇവിടെയില്ല, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. മാത്രമല്ല യേശു ക്രിസ്തു ഇങ്ങനെ പറഞ്ഞു, ഞാൻ പോയതുപോലെ മടങ്ങി വരും. ക്രൈസ്തവ സമൂഹത്തിന്റെ ഒരു പ്രത്യാശ, പ്രത്യേകിച്ച് ഞങ്ങളെപ്പോലെയുള്ള പ്രഭാഷകരുടെ എല്ലാം പ്രത്യാശ എന്ന് പറയുന്നത് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മടങ്ങി വരാൻ സമയമായിരിക്കുന്നു. ആ മടങ്ങി വരവിനുള്ള സമയങ്ങളും അതിന്റെ സംഭവ വികാസങ്ങളുമാണ് ഇവിടെ നടമാടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ നിത്യജീവൻ കരസ്ഥമാക്കുവാൻ കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് ഞങ്ങൾ നിങ്ങളെ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, പാപം എത്ര കടിഞ്ചുമപ്പായിക്കൊള്ളട്ടെ, പാപം എത്ര കടിഞ്ചുമപ്പായിക്കൊള്ളട്ടെ, പക്ഷേ അതിനെ ഹിമം പോലെ വെളുപ്പിക്കാൻ എന്റെ ദൈവം മതിയായ ദൈവമാണ്. പാപത്തിന്റെ കറകളെ കഴുകിക്കളഞ്ഞ് നമ്മെ ഹിമത്തെ പോലെ വെളുപ്പിച്ച് എന്ന് പറഞ്ഞാൽ മഞ്ഞുപോലെ ആക്കി തീർത്ത് നമ്മുടെ ജീവിതത്തിന് അർത്ഥം തരുവാൻ കഴിവുള്ള ഒരു ദൈവത്തിന്റെ അവൻ സത്യസുവിശേഷമാണ് ഞങ്ങൾ ഇവിടെ ഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആമേൻ ഹല്ലേലൂയ. ഈ പ്രഭാഷണത്തിന്റെ അവസാന നിമിഷങ്ങളിൽ എല്ലാ ലോകത്തിന്റെ സുഖങ്ങളും ഉപയോഗിച്ചിട്ട് പ്രായം കടന്നു കഴിഞ്ഞപ്പോൾ നന്മയുടെ സന്ദേശവുമായി ഇറങ്ങിയ ഒരു കൂട്ടം ആളുകളല്ല. ലോകത്തിന്റെ തിന്മയുടെ വഴികളിലൂടെയെല്ലാം യാത്ര ചെയ്യുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിട്ടും അതെല്ലാം ജീവിതത്തിൽ അപകടമാണ് പിന്നീട് വരുത്തുന്നത് എന്ന് മനസ്സിലാക്കി തിന്മയെ തള്ളി നന്മയെ സ്വീകരിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചതിന്റെ കാരണം ഒന്ന് മാത്രമാണ്, നമ്മുടെ നാട് നന്നാവണം, നമ്മുടെ മാതാപിതാക്കൾക്ക് സന്തോഷമുണ്ടാകണം. മാത്രമല്ല എന്റെ ജീവിതം കൊണ്ട് എന്നെ സൃഷ്ടിച്ച എന്റെ ദൈവത്തിന് പ്രയോജനമുണ്ടാകണം. ആ ദൈവത്തിങ്കിലേക്ക് അവൻ നിങ്ങളെ ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. അവൻ പലരും പറയാറുണ്ട്, എനിക്ക് നീ മടങ്ങി വന്നിട്ട് കാര്യമില്ല, കാരണം ഞാൻ ഇതുപോലെ എത്ര പാപം ചെയ്തയാളാണ്, ഇത്രയും പാപം ചെയ്ത എന്റെ പാപം ദൈവം ക്ഷമിക്കുമോ എന്നൊരു ചിന്ത എല്ലാവർക്കും വരാൻ സാധ്യതയുണ്ട്. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കുക എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ എത്ര പാപം ചെയ്താലും ഏത് പാപിയെയും സ്നേഹിക്കുന്ന ഒരു സ്നേഹവാനാണ് ഞാൻ പ്രസംഗിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു. ഒരുപക്ഷെങ്കിൽ പ്രായമുള്ളവർക്കറിയാം, വർഷങ്ങൾക്ക് മുമ്പ് മദ്രാസിലെ മോൻ എന്ന് പറയുന്ന ഒരു സിനിമ അരങ്ങേറിയിരുന്നു. മദ്രാസിലെ മോൻ എന്ന് പറയുന്ന ഒരു സിനിമ, അതൊരു ചരിത്രത്തിന്റെ പിന്നിൽ ഉടലെടുത്ത സിനിമയാണ്. തിരുവല്ലായിൽ കരിക്കൻവില്ലയിൽ ജോർജ് റേച്ചൽ ദമ്പതികളുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ടിട്ടാണ് ആ സിനിമ പുറത്തു വരുവാനിടയായി തീർന്നത്. ആ സിനിമയുടെ പേര് തന്നെ മദ്രാസിലെ മോൻ എന്നാണ്. മദ്രാസിലെ മോൻ എന്ന പേരിൽ അവർ വളർത്തിക്കൊണ്ടിരുന്ന മകനാണ് ഈ വളർത്തമ്മയും വളർത്തപ്പനെയും നിഷ്കരണം തകർത്ത് കളഞ്ഞത്. അതിന്റെ പിന്നിൽ, ആ കൊലപാതകത്തിന്റെ പിന്നിലാണ് ആ മദ്രാസിലെ മോൻ എന്ന സിനിമ തന്നെ കേരളക്കരയെ പരിചയപ്പെടുവാനിടയായി തീർന്നത്. എന്നാൽ ഇന്ന് മദ്രാസിലെ മോൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന റെനി ജോർജ് എന്ന് പറയുന്ന മനുഷ്യൻ ഇന്ന് എന്നെ പോലെയുള്ള ഒരു കവലപ്രസംഗകനാണ്. വളരെ പ്രായമുണ്ട്. മദ്രാസിൽ താൻ പഠിച്ചുകൊണ്ടിരുന്ന ആ കാലഘട്ടത്തിൽ, ഏകദേശം 80കളുടെ കാലഘട്ടമാണെന്ന് എനിക്ക് തോന്നുന്നത്, എന്റെ ബാല്യകാലമാണ്. ആ കാലഘട്ടത്തിൽ നിഷ്കരണം ഒരു കൊലപാതകം നടത്തിയ ഒരു വാടക ഗുണ്ടയെ പോലെ ജീവിച്ച റെനി ജോർജിനെ ഇന്ന് എന്നെ പോലെയുള്ള പ്രഭാഷകനാക്കി തീർത്തത് ആരാണ്? താൻ ജയിലിൽ കിടന്നപ്പോൾ തനിക്ക് അതുപോലെയുള്ള പാപബോധമോ പശ്ചാത്താപമോ താൻ ചെയ്ത തെറ്റിനെ കുറിച്ച് തനിക്ക് മാനസാന്തരമുണ്ടായില്ല. എന്നാൽ താൻ ജയിലിലായിരിക്കുമ്പോൾ ഞങ്ങളെ പോലെയുള്ള ഉപദേശിമാർ അവിടെ കടന്നു ചെല്ലുവാനിടയായി തീർന്നു. ആ ഉപദേശിമാർ അവിടെ കടന്നു ചെന്നപ്പോൾ അവരുടെ കയ്യിൽ ചെറിയ ബൈബിളിന്റെ പ്രതി ഉണ്ടായിരുന്നു. ആ ബൈബിളിന്റെ പ്രതി തന്റെ കരത്തിൽ കൊടുത്തപ്പോൾ ആ മനുഷ്യൻ അത് വായിക്കാൻ തുടങ്ങി. ആ മനുഷ്യൻ വായിച്ചു കഴിഞ്ഞപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്, ഞാൻ ചെയ്തത് ഏറ്റവും വലിയ കുറ്റകൃത്യമാണ് ഞാൻ ചെയ്തത്. ഞാനൊരു മനുഷ്യനെ തകർക്കാൻ പാടില്ലായിരുന്നു. ദൈവത്തിന്റെ ആലയമാണ് ദൈവത്തിന്റെ മനുഷ്യൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ മനുഷ്യനെ തകർക്കാൻ പാടില്ലായിരുന്നു. ഞാൻ ചെയ്തത് ഏറ്റവും വലിയ പാപമാണ്. ഈ പാപത്തിൽ നിന്ന് എങ്ങനെ എനിക്ക് സ്വാതന്ത്ര്യം പ്രാപിക്കാൻ ഇടയായി തീരും എന്ന് ചിന്തിച്ചപ്പോൾ ആ വിശുദ്ധ ബൈബിളിൽ തന്നെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, നിന്റെ പാപം എത്ര കടിഞ്ചുമപ്പായിരുന്നാലും അത് ഞാൻ ഹിമത്തോളം വെളുപ്പിക്കുമെന്ന് പറഞ്ഞു. ആ വാക്യം തന്റെ ഹൃദയത്തിൽ വരികയും താൻ അത് ഉരുവിട്ട് പല പ്രാവശ്യം ഉരുവിട്ട് ആ വാക്യത്തിന് മുന്നിൽ തന്നെ സമർപ്പിച്ച് നിറകണ്ണുകളോടുകൂടെ പ്രാർത്ഥിച്ചു. അവൻ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന യേശു സത്യമാണെങ്കിൽ എന്റെ പാപത്തെ ക്ഷമിക്കുമെങ്കിൽ എനിക്കൊന്ന് ഉറങ്ങാൻ കഴിയണം, അതുവരെ മരിച്ചാൽ മതിയെന്ന ചിന്തയോടുകൂടെ നടന്ന ആ മനുഷ്യൻ, ജയിലിലായിരുന്ന ആ മനുഷ്യൻ ആ രാത്രിയിൽ ഇങ്ങനെ പറഞ്ഞു, എനിക്ക് സമാധാനത്തോടുകൂടെ ഒന്ന് ഉറങ്ങണം, എനിക്ക് സമാധാനത്തോടുകൂടെ ഒന്ന് ഉറങ്ങണം എന്ന് പറഞ്ഞ് താൻ പ്രാർത്ഥിച്ചു കിടന്നു. ആ രാത്രിയിൽ അവൻ സമാധാനത്തോടെ ഉറങ്ങാനിടയായി തീർന്നു. മാത്രമല്ല ആ മനുഷ്യന് വേഗത്തിൽ പരോള് കിട്ടുവാനിടയായി തീർന്നു. ഇന്ന് ബാംഗ്ലൂരിൽ ഇതുപോലെയുള്ള അനാഥരായ കുഞ്ഞുങ്ങളെ തെരുവുകളിൽ നിന്നും എടുത്ത് വളർത്തി പഠിപ്പിക്കുന്ന ഒരു നല്ല മനുഷ്യനായി മാറി. മാത്രമല്ല നമ്മുടെ മുൻ പ്രസിഡന്റായിരുന്ന, ഇന്ത്യൻ പ്രസിഡന്റായിരുന്ന നമ്മുടെ പ്രസിഡന്റിന്റെ കയ്യിൽ നിന്ന് പോലും ഉത്തമ പൗരനുള്ള അവാർഡ് വാങ്ങിക്കാനിടയായി തീർന്നു. നാടിന് കൊള്ളാവുന്നവനാക്കി തന്നെ തീർത്തത് ഇതുപോലെയുള്ള സത്യസുവിശേഷമാണ്. അതുകൊണ്ട് തന്നെ കേൾക്കുന്ന മാന്യ ശ്രോതാവേ, രക്താംബരം പോലെ കടിഞ്ഞുമുപ്പായിരുന്ന നമ്മുടെ പാപങ്ങളെ അവൻ ഹിമത്തോളം
വെളുപ്പിപ്പാനിടയായി തീരും. ഒരു പാട്ടുകാരൻ ഇങ്ങനെയാ പാടുന്നത്: രക്താംബരം പോൽ കടും ചുമപ്പായിരും നിന്നുടെ പാപങ്ങൾ, രക്താംബരം പോൽ കടും ചുവപ്പായിരും നിന്നുടെ പാപങ്ങൾ, കർത്താവതുഹിം സമമായി മാറ്റി തൻ പ്രിയ മകനാക്കി, കർത്താവതുഹിം സമമായി മാറ്റി തൻ പ്രിയ മകനാക്കി. എന്തത്ഭുതം ദൈവസ്നേഹത്തിൻ ആഴമറിവാൻ എഴുതല്ല, എന്തത്ഭുതം ദൈവസ്നേഹത്തിൻ ആഴമറിവാൻ എഴുതല്ല, സങ്കടത്തിൽ താങ്ങി നടത്തും തൻ കൃപ ചെറുതല്ല, സങ്കടത്തിൽ താങ്ങി നടത്തും തൻ കൃപ ചെറുതല്ല, മാർമേഘമുയരാം എന്നാർത്തൻ തള്ളുകയില്ലെന്നേ, മാർമേഘമുയരാം എന്നാർത്തൻ തള്ളുകയില്ലെന്നേ, കാണും ഞാനതിൻ നടുവിൽ കൃപയെഴും നന്മഴവില്ലെന്ന്, കാണും ഞാൻ അതിൻ നടുവിൽ കൃപയെഴും നന്മഴവില്ലെന്ന്, എന്തത്ഭുതം ദൈവസ്നേഹത്തിൻ ആഴമറിവാൻ എഴുതല്ല, എന്തത്ഭുതം ദൈവസ്നേഹത്തിൻ ആഴമറിവാൻ എഴുതല്ല, സങ്കടത്തിൽ താങ്ങി നടത്തും തൻ കൃപ ചെറുതല്ല, സങ്കടത്തിൽ താങ്ങി നടത്തും തൻ കൃപ ചെറുതല്ല, രക്താംബരം പോൽ കടും ചുമപ്പായിരും നിന്നുടെ പാപങ്ങൾ, രക്താംബരം പോൽ കടും ചുമപ്പായിരും നിന്നുടെ പാപങ്ങൾ, കർത്താവതുഹിം സമമായി മാറ്റി തൻ പ്രിയ മകനാക്കി, കർത്താവതുഹിം സമമായി മാറ്റി തൻ പ്രിയ മകനാക്കി. എന്തത്ഭുതം ദൈവസ്നേഹത്തിൻ ആഴമറിവാൻ എഴുതല്ല, എന്തത്ഭുതം ദൈവസ്നേഹത്തിൻ ആഴമറിവാൻ എഴുതല്ല, സങ്കടത്തിൽ താങ്ങി നടത്തും തൻ കൃപ ചെറുതല്ല, ആമേൻ, സങ്കടത്തിൽ താങ്ങി നടത്തും തൻ കൃപ ചെറുതല്ല, സങ്കടത്തിൽ താങ്ങി നടത്തും തൻ കൃപ ചെറുതല്ല. രക്താംബരം പോലെ കടുംചുമപ്പായിരുന്ന പാപത്തെ ഹിമത്തെ പോലെ വെളുപ്പാൻ കഴിവുള്ള കർത്താവായ യേശുക്രിസ്തുവിലേക്ക് ഞങ്ങൾ നിങ്ങളെ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ഈ ലോകത്തിൽ സമാധാനപൂരിതമായ ഒരു അന്തരീക്ഷം ദൈവം തരിക മാത്രമല്ല, അനന്തനിത്യതയിൽ ദൈവത്തോടൊപ്പം വാസം ചെയ്യുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. യേശുക്രിസ്തു പറയുകയാണ്, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഇത് പറയുവാൻ ഇതുവരെ ഉലക ചരിത്രത്തിൽ ആരും മുന്നോട്ട് വന്നിട്ടില്ല. എന്നാൽ യേശുക്രിസ്തു മാത്രമാണ് പറഞ്ഞത്, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അർത്ഥാൽ അനന്തനിത്യത തരുവാൻ കഴിവുള്ളത് കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. അതുകൊണ്ട് വിശുദ്ധ ബൈബിൾ ഇങ്ങനെ വിളിച്ചു പറയുന്നു, മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ ഒരൊറ്റ നാമം, കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമം. ആ യേശുക്രിസ്തുവിലേക്ക് ഞങ്ങൾ മാന്യശ്രോതാക്കളെ, ഞങ്ങളുടെ സഹോദരങ്ങളെ സ്വാഗതം ചെയ്തുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു.
ഞങ്ങളെ ശ്രമിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി അറിയിക്കുന്നു. ഇപ്പോൾ കർത്താവിന്റെ ദാസൻ ജോണിക്കുട്ടി അവറുകൾ മുന്നോട്ട് കടന്നു വന്ന് ഈ ദേശത്തിന്റെ സമാധാനത്തിനായി പ്രാർത്ഥിച്ച് ഞങ്ങളുടെ ഇന്നത്തെ പ്രോഗ്രാം ഇവിടെ അവസാനിപ്പിക്കുന്നതായിരിക്കും. ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ചൂരത്തും ചാരയുമായി ഞങ്ങൾ ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടെ ക്രിസ്തുയേശുവിൽ നന്ദി അറിയിക്കുന്നു. അപ്പോൾ തന്നെ വളരെ വളരെ ശക്തമായി ദൈവത്തിന്റെ വചനം ദേശത്തോട് അറിയിപ്പാൻ തക്കവണ്ണം ദൈവത്തിന്റെ ദാസനെ ശക്തീകരിച്ചത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാസല്യമായി സ്നേഹിക്കുന്ന പരിശുദ്ധ പിതാവേ, അനുഗ്രഹമായിരിക്കുന്ന ഈ നല്ല സമയത്തെ ഓർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് ദേശത്തോട് പിതാവെ കടന്നു വന്ന് മാറ്റമില്ലാത്ത തിരുവചനം അറിയിപ്പാൻ തക്കവണ്ണം ദൈവം ഒരുക്കിയ വലിയ ആംശഭസ്തങ്ങൾക്കായി ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു. ഈ കർത്താവ് സന്ദേശം ഈ ദേശത്തെ വിടുവിക്കണമേ കർത്താവെ. അനേക ജീവിതങ്ങളെ മാറ്റിമറിക്കത്തക്ക നിലയിലുള്ള ദൈവിക പ്രവൃത്തി ഈ ദേശത്തോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ദൈവസ്നേഹത്തിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നിവിടെ കർത്താവ് സംസാരിക്കപ്പെട്ട ദൈവവചനം കർത്താവെ ഒരു വലിയ വിടുതലാക്കി നന്മയാക്കി തീർക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഈ സത്ത് കർത്താവ് പരിധിക്കുള്ളിൽ ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പലവിധമായ പ്രയാസത്തിലും ബുദ്ധിമുട്ടിലും ഒക്കെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവർ സന്ദേശം കേൾക്കുവാനിടയായി. അങ്ങനെയായിരിക്കാൽ പരിശുദ്ധനായ ദൈവം ഈ കർത്താവ് സമയം ഹൃദയങ്ങളിൽ ഇടപെട്ട് കർത്താവെ ആശ്വാസം സന്തോഷവും പ്രത്യാശയും ഒക്കെ നൽകി ദൈവവരെ അനുഗ്രഹിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഇവിടെ വിതയ്ക്കപ്പെട്ട വചനം കർത്താവെ വളരെ വിളഞ്ഞ് അനുഗ്രഹം പ്രാപിപ്പാൻ തക്കവണ്ണം വരുവാനുള്ള വലിയ ന്യായത്തിൽ നിന്ന് കർത്താവെ ദേശത്തെ കർത്താവ് വിടുവിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. വചനം അറിയിപ്പാൻ തക്കവണ്ണം ദാസനെ ഒരു ശക്തീകരിച്ചല്ലോ കർത്താവെ. എല്ലാ തരങ്ങളും കർത്താവിനെ മാനിക്കണം, അത്ഭുതങ്ങളെ സ്വർഗം ചെയ്യണം. എല്ലാ നന്മകൾക്കായി സ്തോത്രം. പ്രാർത്ഥന കേട്ടുകൊണ്ട് ദൈവത്തെ വാഴ്ത്തുന്നു. യേശു അപ്പച്ചന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം. എല്ലാ നന്മകൾക്കായി സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം. ആശീർവാദം കർത്താവായ യേശുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും നമ്മെ ആശിപ്പിച്ചു നടത്തുന്ന പരിശുദ്ധാത്മന്റെ കൂട്ടായ്മയും കാവലും ഞങ്ങൾ പ്രാർത്ഥിച്ച എല്ലാ വിഷയത്തിന്മേലും ഇന്ന് ഇവിടെ വചനം അറിയിച്ച ദൈവദാസന്മേലും കുടുംബാലുള്ള സകല വിശുദ്ധന്മാരുമേലും എപ്പോഴും കർത്താവിന്റെ വരവോളം ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. സ്തോത്രം സ്തോത്രം സ്തോത്രം.